1 ശമൂവേൽ 10-ാം അധ്യായം. അപ്പോൾ ശമൂവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിൻ്റെ അതിരിങ്കലെ സെൽസഹിൽ റാഹേലിൻ്റെ കല്ലറയ്ക്കരികെ വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടു കിട്ടിയിരിക്കുന്നു. നിൻ്റെ അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ടു. എൻ്റെ മകന് വേണ്ടി ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെപ്പറ്റി വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിങ്ങളോട് പറയും. അവിടെ നിന്ന് നീ മുമ്പോട്ട് ചെന്ന് താബോറിലെ കരുവേലകത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ 1 തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നതിന് എതിർപ്പെടും. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വാക്യങ്ങളെടുത്ത് വാക്കുകളായിട്ട് പിരിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ കണ്ടുപിടിച്ച് മറഞ്ഞിരിക്കുന്ന ആശയങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള വലിയൊരു കൃപ സ്വർഗസ്ഥനായ ദൈവം എനിക്ക് തന്നു. പഴയ കാലത്ത് ആളുകൾക്ക് ഉപാധികൾ കുറവായിരുന്നു. ഇന്നങ്ങനെയല്ല. വെബ് പേജുണ്ട്. കമൻ്ററികളെല്ലാം വെബ് പേജിനകത്ത് വായിക്കാം. ബുക്ക് സ്റ്റാളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ട് വാക്യങ്ങൾ കണ്ടുപിടിക്കാൻ. പക്ഷെ അതുകൊണ്ടൊക്കത്തില്ല. ധ്യാനിക്കുമ്പോൾ ഒളിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള മർമ്മങ്ങൾ വെളിപ്പെട്ട് വരും. ഇറ്റ് വിൽ ബി ഇല്യൂമിനേറ്റഡ്. അത് നമ്മുടെ മനസ്സിനകത്ത് വരും. റിവലേഷൻ അല്ല, ഇല്യൂമിനേഷൻ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. അത് നമുക്ക് ലഭിക്കും. അങ്ങനെ എനിക്ക് ലഭിച്ച സന്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എപ്പോൾ ഏതോ കാര്യം അതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അപ്പോൾ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഒരു നാട്ടിൽ, അവിടെ യെരുശലേമിൽ, ബേത്ലഹേമിൽ, അവിടെ ശൗൽ എന്ന് പറയുന്ന ഒരു കൊച്ചെറുക്കനുണ്ടായിരുന്നു. ഒരു 15-14 വയസ്സ് കാണും. അവൻ്റെ അപ്പൻ അവൻ്റെ കഴുതെ കാണാതെ പോയി. കഴുതയെന്ന് പറയുന്നത് ഇന്നത്തെ ഒരു നല്ല വണ്ടി പോലെയാണ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിന്ന് രാവിലെ ഒരു വണ്ടി ഒരാൾ കൊടുത്തയച്ചു. ഞാൻ ഫെബ്രുവരി 13-ാം തീയതി വരെയാണ് കേരളത്തിലുള്ളത്. ഞാൻ തിരിച്ചു പോകുമ്പോൾ തിരുവനന്തപുരത്ത് കൊടുത്തിട്ട് പോയാൽ മതി. അങ്ങനെ ഒരാൾ തന്നു. അപ്പം അതുപോലുള്ളൊരു വാഹനമായിരുന്നു അന്നത്തെ കാലത്ത് ഒരു കഴുത. ശലോമോൻ രാജാവ് പോലും കഴുതപ്പുറത്ത് പോയതായിട്ട് യഹൂദന്മാരുടെ ചരിത്രത്തിനകത്ത് പറയുന്നുണ്ട്. രാജാവ് പോലും ചിലപ്പോഴെങ്ങാണം കഴുതപ്പുറത്ത് പോയിട്ടുണ്ട്. അപ്പം നല്ലൊരു വാഹനമാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം കാണാതെ പോയി. അപ്പം മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഒരു വേലക്കാരനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കഴുത നോക്കിയിട്ട്. കാരണം വിലപ്പെട്ട ഒരു വാഹനമാണ്. പോട്ടെന്ന് വിചാരിക്കാനൊക്കെ ഒരു കോഴിയൊന്നുമല്ല, ഒരു വാഹനം. ആ ചെറുപ്പക്കാരൻ എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ, നിങ്ങൾ കാത്തലിക്സ് ആയിരിക്കാം, ഇവാഞ്ചലിക്കലുകാരായിരിക്കാം, മർത്തോമക്കാരായിരിക്കാം, ബന്ധുക്കോസുകാരായിരിക്കാം, ബ്രദറുകാരായിരിക്കാം, നിങ്ങൾ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ പറയുന്നത് തലച്ചോറിനകത്ത് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ പകുതിയിലധികവും നിങ്ങൾ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ഓർമ്മ നിൽക്കത്തില്ല. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. പകുതിയിലധികവും നിങ്ങൾ തലമുറയ്ക്കകത്ത് നിൽക്കത്തില്ല. അപ്പോൾ എഴുതിയെടുക്കണം. എഴുതിയെടുക്കാനൊക്കെ ഒന്നാമത്തെ കാര്യം, ശൗലിൻ്റെ ഗുണങ്ങൾ 3 കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. 1, അയാൾക്ക് എന്തെങ്കിലും ജോലി കൊടുത്താൽ ചെയ്യുന്നവനായിരുന്നു. ചെറുപ്പക്കാരെ എൻ്റെ ശബ്ദം കേട്ടാട്ടെ. നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ, സുവിശേഷ വേലക്കാരെ, നിങ്ങളുടെ ലീഡർ, വിശ്വാസികളെ, നിങ്ങളുടെ സഭാ ശുശ്രൂഷകൻ ഏതെങ്കിലും ജോലി തന്നാൽ ചെയ്യാനുള്ള സന്മനസ്സുണ്ടായിരിക്കണം. ഇന്ന് അധികം പേരെ കാണാറില്ല. 10 മണിക്ക് ആരാധന തുടങ്ങിയാൽ അവർ 10:15 വരും. 1 മണിക്ക് ആശീർവാദം പറഞ്ഞ് താമസിച്ചു പോയാൽ വാച്ച് കാണിക്കുന്ന വിശ്വാസികളെ എനിക്കറിയാം. അവർ വെളിയിലിറങ്ങി 1 മണിക്കൂർ വർത്താനം പറഞ്ഞു നിൽക്കും. പക്ഷേ ഇവിടെ 5 മിനിറ്റ് കൂടാൻ പാടില്ല. ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ഒരാൾ പുറകെ കൂടെ എന്ന് പറഞ്ഞു. സമയം കഴിഞ്ഞു കേട്ടോ. ഒറീസയിൽ 3 മിനിറ്റ് കൂടുതൽ എടുത്തുള്ളൂ. 3 മിനിറ്റ് വെളിയിലിറങ്ങി അവർക്ക് 1 മണിക്കൂർ വർത്താനം പറയാനൊക്കെ. ഞാൻ പറയുന്നത് കേട്ടാട്ടെ. നിങ്ങൾ വെറുതെ കസേര ചൂടാക്കാനായിട്ട് വരരുത്, അവിടുത്തെ ഒരു അംഗമായിട്ട് വരണം. ഞാൻ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് അവധിക്ക് ചെല്ലുമ്പോൾ എനിക്ക് കൊച്ചു ജോലികൾ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് കുറച്ച് റബ്ബറൊക്കെ ഉണ്ട്. അപ്പോൾ റബ്ബറിനകത്തൊക്കെ വളമിടും. വേലക്കാർ കളയ്ക്കും. കുഴിക്കകത്തോട്ട് ഞാൻ വളം വാരിയിടും. അവർ മൂടും. പിന്നെ കിഴങ്ങിന് വള്ളി ചുറ്റുക, കാച്ചിലിന് വള്ളി ചുറ്റുക, വീട്ടിലേക്ക് വെള്ളം കോരുക, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ്. ഞാൻ പോകാൻ നേരം എൻ്റെ അമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ എന്നുകൊണ്ട് പറയും, മോനെ വീട്ടിലെ ജോലിയെല്ലാം തീർത്തല്ലോ. ഞാൻ വേലക്കാരനായതുകൊണ്ടല്ല വേല തീർത്തിട്ട് പോന്നേ, ഞാൻ വീട്ടിലെ ഒരു അംഗമാണ്.
നിങ്ങൾ പോകുന്ന സഭയിലെ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിരിക്കണം. ഏതെങ്കിലും വേല നിങ്ങളുടെ ലീഡർ നിങ്ങളെ ഏൽപ്പിച്ചാൽ, നിങ്ങളുടെ അപ്പൻ നിങ്ങളെ ഏൽപ്പിച്ചാൽ, നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷകൻ നിങ്ങളെ ഏൽപ്പിച്ചാൽ അത് ചെയ്യണം. ഞാൻ ആദ്യം ചെയ്ത സുവിശേഷ വേല എന്താണെന്നറിയാം. ഞാൻ പട്ടണത്തിലാണ്. ഞാൻ ഇച്ചിരി എന്നെ പുകഴ്ത്തി പറയാൻ നോക്കുവാണ്. അല്ല, നിങ്ങൾ സത്യമുണ്ട്. ഞാനൊരു തോട്ടം സൂപ്രണ്ടിൻ്റെ മോനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ സ്റ്റാറ്റസ് നാട്ടിൽ. ഞാൻ പട്ടാളത്തിൽ ചെന്ന് കയറി കഴിഞ്ഞു. എനിക്ക് 3 വര കിട്ടി. ഞാനൊരു ക്ലർക്കാണ്, ഓഫീസർ കമാൻഡിങ്ങിൻ്റെ PA ആണ് ഞാൻ. അവിടെ വെച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടു. എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ കക്കൂസ് എഴുതുന്നതായിരുന്നു. ഞാൻ ചെന്നപ്പോൾ കക്കൂസ് വൃത്തികേടായിട്ട് കിടക്കുന്നു. ഞാൻ ആ കക്കൂസ് കഴുകിയിട്ടു. പാസ്റ്ററുടെ ഭാര്യ, പാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ വിചാരിക്കും പെന്തിക്കോസുകാരാണ്, CSIക്കാർ, ബിഷപ്പ് ചെറിയാൻ്റെ പെങ്ങൾ. എൻ്റെ ഒക്കെ ഒന്ന് ചോദിച്ചു, വർഗീസ് നല്ല കുടുംബത്തിൽ പിറന്ന വർഗീസ് എന്തിനാ കക്കൂസ് കഴിയുക? പട്ടാളത്തിൽ 3 വരെയുള്ള കമാൻഡിങ് ഓഫീസറുടെ PA ആയിരിക്കുന്ന മനുഷ്യൻ എന്തിനാ കക്കൂസ് കഴിയുക? എന്തിനാ പള്ളിയുടെ കക്കൂസ് കഴിയുക? ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയുടെ കക്കൂസ് അല്ല കഴിയേ, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കക്കൂസ് കഴിയാണ്. ഇന്നും എനിക്ക് അഭിമാനമുണ്ട്. പാസ്റ്റർ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദിക്കാം, അവർക്ക് സിമെൻറ്റ് വാങ്ങിക്കാൻ ആളില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് 160 കിലോമീറ്റർ അപ്പുറത്ത് പോയി സിമെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അവിടെ മണൽ വാങ്ങിക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനാണ് ഒരു പട്ടാളത്തിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് മണൽ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്. ഏതെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണം, ഏൽപ്പിക്കുന്ന ജോലി ചെയ്യണം. നിങ്ങൾക്ക് ജോലിയൊന്നും അറിയാൻ വേണമെങ്കിൽ പോയിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ ഒക്കെ ചോദിച്ചാട്ടെ, പാസ്റ്ററുടെ ഒക്കെ ചോദിച്ചാട്ടെ, എനിക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഒന്ന് ജോലി ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ ചെയ്തു തരാം. ജോലികളുണ്ടോ? 2, വേഗത്തിൽ പോയൊക്കത്തുള്ളൂ, നീണ്ട പ്രസംഗമാണ്. 2, അദ്ദേഹം അത് നല്ലതുപോലെ ചെയ്തു, എഴുതിയെടുത്താട്ടെ. 1, ഏൽപ്പിക്കുന്ന ജോലി ചെയ്യണം. 2, അത് നന്നായിട്ട് ചെയ്യണം. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ നന്നായിട്ട് ചെയ്യണം. ഷൗലിനെ ഏൽപ്പിച്ച ജോലി, ഷൗല് കൊച്ചു ചെറുക്കനാണ്. വേലക്കാരനുമായിട്ട് പോയി ഒരിടത്ത് പോയി, കഴുതയൊന്നും കണ്ടില്ല. അവിടേക്കൂടെ കറങ്ങി നടന്നു, കഴുത കാണുന്നില്ല. അടുത്ത പട്ടണത്തിലും പോയി, അതിൻ്റെ ആവശ്യമില്ല, തിരിച്ചെന്ന് പറയാം, ഡാഡി കഴുത കണ്ടില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് ഹി ഡിഡ് ഇറ്റ് വെരി വെൽ. നിങ്ങളെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യിപ്പിച്ചാൽ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം. എൻ്റെ തീരുമാനം പറയാം. ഞാൻ പറയുമ്പോൾ ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നെന്ന് തോന്നും. ഇല്ല, പുകഴ്ത്തി പറയുകയല്ല, ഉള്ള പരമാർത്ഥം പറയുകയാണ്. ഞാൻ ഇപ്രാവശ്യം എൻ്റെ ബൈബിൾ കോളേജിലായിരുന്നു 2 ആഴ്ചയ്ക്ക് മുമ്പ്. ഞാൻ അവരുടെ പറഞ്ഞു, എനിക്ക് പ്രായമൊക്കെ ഒത്തിരി ആയെന്ന് വിചാരിച്ചു, 98 വയസ്സൊക്കെ ആയെന്ന് വിചാരിച്ചു, നടക്കാനൊന്നും വയ്യ എന്നായെന്ന് വിചാരിച്ചു. അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ നിങ്ങളുടെ ബൈബിൾ കോളേജ് വരും. ബൈബിൾ കോളേജ് വന്നിട്ട് പറയും, എത്ര കക്കൂസുണ്ട്? 10 കക്കൂസുണ്ട്. 2 എണ്ണം എനിക്ക് തരിക, ബാക്കി 8 എണ്ണം വേറെ 4 പേർക്ക് ചെറുപ്പക്കാർക്ക് കൊടുത്താട്ടെ. ഞാൻ അവർക്ക് പറഞ്ഞു, ഞാൻ കഴുകുന്ന കക്കൂസായിരിക്കും ബാക്കി 4 പേര് കഴുകിയ 8 കക്കൂസിനെക്കാളും. വലിയ പ്രയാസമാണ്. എൻ്റെ നടുവിന് വേദന കാണും. അവിടെ ഇരുന്നിട്ട് തൊണ്ട് വെച്ച്, പക്ഷെ ഞാൻ നന്നായിട്ട് ചെയ്യും. 1, ഏൽപ്പിക്കുന്ന ജോലി ചെയ്യണം. 2, നന്നായിട്ട് ചെയ്യണം. 3ാമത്തെ കാര്യം, അത് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകണമെന്നൊരാഗ്രഹം. തിരിച്ചു പോകണം. നിങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞും വെച്ച് ആ ഏൽപ്പിക്കുന്ന ജോലി ചെയ്തവരുടെയൊക്കെ ചെന്നിട്ട് പറയണം, കേട്ടോ ചെറുപ്പക്കാർ, ഗീവ് എ റിപ്പോർട്ട് ബാക്ക്. അതുകൊണ്ട് അപ്പൻ്റെ ഒക്കെ പറയാനായിട്ട് ഇന്നധികം പേരും ചെയ്യുന്നില്ല. ആ കടയിൽ പോയി സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് കടയിൽ പോയിട്ട് കിട്ടിയില്ല എങ്കിൽ അവിടെ പോയിട്ട് 100 ട്രാക്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് 100 ട്രാക്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആരാണോ ജോലി ഏൽപ്പിച്ചത്, ഗീവ് ദം എ കംപ്ലീഷൻ റിപ്പോർട്ട്, ഗീവ് ദം എ പ്രോഗ്രസ് റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഷൗൽ പറഞ്ഞു, നമുക്ക് തിരികെ പോകാൻ, ഇനിയിപ്പോൾ നമ്മുടെ അപ്പൻ വിഷമിച്ചിരിക്കുകയായിരിക്കാം. അപ്പോൾ വേലക്കാരൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്. പ്രവാചകൻ എന്നും ഉണ്ടായിരുന്നു. പ്രവാചകന്മാരെ അന്വേഷിച്ചു പോകാൻ എൻ്റെ വേദപുസ്തകത്തിൽ ഞാൻ വാക്യം കണ്ടിട്ടില്ല. പോകുന്നത് തെറ്റാണെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പഴയ നിയമത്തിൽ പോകുമായിരുന്നു. അപ്പോൾ വേലക്കാരൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, നമുക്ക് പൊക്കളയാം. വേലക്കാരന് പോലും ദൈവത്തെ പറ്റിയുള്ളൊരു പരിജ്ഞാനം ഉണ്ടായിരുന്നു. ചോദ്യം ചോദിക്കാൻ പോവാ, നിങ്ങളുടെ വീട്ടിലിരുന്ന വേലക്കാരന്, നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അവർക്ക് ദൈവത്തെപ്പറ്റി ഒരു പരിജ്ഞാനമുണ്ടോ? ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. ഞാൻ താമസിക്കുന്ന 264 ഫ്ലാറ്റുള്ള 4 കെട്ടിടത്തിലാണ്. 264. ക്രിസ്മസ് ദിവസം ഞാൻ അവിടെ ഉള്ളപ്പോൾ, ഈ പ്രാവശ്യം അവിടെ ഇല്ല, ഞാൻ അവിടെ ഉള്ള സമയത്ത് ഈ 264 വീട്ടിലും ഓരോ നല്ല പുസ്തകം കൊണ്ട് കൊടുക്കും. അവരെല്ലാം എൻജിനീയേഴ്സാണ്, ചെറുപ്പക്കാരാണ്, പ്രായമുള്ളവരാരുമില്ല, ചെറുപ്പക്കാരാണ്. 206 ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് ഒരു പുസ്തകം അയച്ചു കൊടുക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, എല്ലാ സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിക്ക്, എന്നെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യുന്നു, നിങ്ങളും ചെയ്യണം. ഈ ക്രിസ്മസിന് എന്തോ ചെയ്യും?
പലർക്കും കേക്ക് മുറിക്കുന്നതാണ്. കേക്ക് മുറിച്ചാട്ടെ, പക്ഷെ ആരാ തിന്നുന്നത്? തിന്ന ബലൂൺ പോലെ വീർത്തിരിക്കുന്ന പിള്ളേർക്ക് പിന്നെയും കൊടുക്കുകയാണ്. ഇല്ല, ഇല്ലാത്തവരുമായിട്ട് പങ്കിടുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. എൻ്റെ പ്രസംഗം പലർക്കും ഇഷ്ടപ്പെടത്തില്ല, എനിക്കറിയാം, സാരമില്ല. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്. അപ്പോൾ ശൗൽ പറഞ്ഞു, അയ്യോ നമ്മുടെ കൊടുക്കാനൊന്നുമില്ലല്ലോ. അടുത്ത ഉപദേശം കേട്ടാൽ ശൗലിൻ്റെ ദൈവദാസനെ കാണാൻ പോകുമ്പോൾ വല്ലതും കൊടുക്കണമെന്നൊരാഗ്രഹം. എല്ലാ ഞായറാഴ്ചയും കൊടുക്കാനൊക്കെ ഇല്ല, പക്ഷെ വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വീട് കിട്ടി കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ദൈവദാസന് എന്തെങ്കിലും കൊടുക്കാൻ ഒരാഗ്രഹം ഉണ്ടാകും. ഒരു ദിവസം ഞാൻ ചെന്നൈ കൂടെ പോവുകയാണ്. ഞാൻ ഓട്ടോറിക്ഷയിലെ പോകുന്നു. ഞാൻ പണം ചിലവാക്കാത്ത ഒരു മനുഷ്യനാണ്. ഞാൻ കഴിയുന്നത്രയും ചിലവാക്കത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒരു ഒഴിഞ്ഞ കുപ്പിയും കൊണ്ട് പോകുന്നു. അവിടെ ഫില്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന വെള്ളം പൈപ്പിനകത്തു നിന്ന് ഞാൻ നിറയ്ക്കുന്നു, കുടിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അസുഖം ഉണ്ടാകാത്ത ഒരു ശരീരം ദൈവം എനിക്ക് തന്നു. ഞാൻ കാശ് ചിലവാക്കാത്ത മനുഷ്യനാണ്. അയ്യോ, എനിക്ക് വേണ്ടി ചിലവാക്കാനല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കാനല്ല, ഒരു വേദപുസ്തകം കൂടെ വാങ്ങി ആർക്കെങ്കിലും കൊടുക്കാൻ, ഒരു പുസ്തകം കൂടെ അച്ചടിച്ച് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഭാഗ്യമായി പോയി എന്ന് കരുതുന്ന മനുഷ്യനാണ് ഞാൻ. അതിനും വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്താണ് ചെന്നൈയിൽ കണ്ടു ജീസസ് കാൾസ്, ദിനകരൻ്റെ ഓഫീസ് ഇതാണ്. ഞങ്ങളിപ്പോൾ ഓട്ടോറിക്ഷാരനൊക്കെ പറഞ്ഞു ഏറ്റവും നല്ല തുണിക്കടയിലോട്ട് കൊണ്ടുപോയാട്ട് അദ്ദേഹം ചെന്നൈ സിൽസിൽ കൊണ്ടുപോയി. ഞാനോടൊക്കെ പറഞ്ഞു എനിക്ക് 2 ജോഡി ഡ്രസ്സ് വേണം, അണ്ടർവെയർ, ബനിയൻ, സോക്സ്, പാൻറ്, സഫാരിയുടെ ഡ്രസ്സ്. എന്നിട്ട് ഞാൻ 2 ബാഗിനകത്ത് വാങ്ങിച്ചു. 2-നകത്ത് ഓരോ ഷൂസ് വാങ്ങിക്കാനുള്ള രൂപ ഇട്ടു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തു. ഓരോ എഴുത്തൂടെ എഴുതി കൊടുത്തു. അങ്കിൾ, ദിസ് ഇസ് പി.ജി. വർഗീസ്. I was passing by, I saw your office and I am giving you this. Please accept it as a personal present from me. ചിലർ വിചാരിച്ചേക്കാം ദിനകരനെ കാണാൻ ഞാനൊരു വേല ഇറക്കിയാണ്. ഇല്ല, ദിനകരൻ അന്ന് അവിടെ ഇല്ലെന്ന് എനിക്കറിയാം. ദിനകരനും മകനും ക്രൂസൈഡ് നടത്തുകയാണ് നാഗർകോവിൽ. എനിക്കറിയാം. ദിനകരനെ കാണാൻ എനിക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല, ഒരിക്കലും ആയിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ കിട്ടിയ ഒരവസരം, മനസ്സിലായോ? കൊടുക്കാൻ കിട്ടുന്ന അവസരം, അത് 1 രൂപയായിരിക്കാം. ഒരു യഥാർത്ഥ ദൈവദാസൻ പണം എണ്ണത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പോളിസി അതാണ്, ഒരിക്കലും എണ്ണത്തില്ല. ആരെങ്കിലും രൂപ എന്നാൽ എത്ര ഉണ്ടെന്ന് ഞാൻ എണ്ണത്തില്ല. അത് 1 രൂപയാകാം, 1000 രൂപ, 1,00,000 രൂപ ആയിരിക്കാം. ചിലപ്പോൾ ആരെങ്കിലും 1 രൂപയെ കാണത്തുള്ളൂ. അപ്പം ഞാൻ കൂടുതൽ എന്തിനാഗ്രഹിക്കണം? അദ്ദേഹം തന്ന ദൈവത്തിൻ്റെ പേരിലാണെങ്കിൽ അദ്ദേഹം ദൈവമായിട്ട് തീരുമാനിക്കട്ടെ. കൊടുക്കാൻ ഒരാഗ്രഹം. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ, എന്ത് കൊടുക്കാൻ കഴിയും? വിളിച്ചൊരു നേരത്തെ ആഹാരം കൊടുത്താട്ടെ, ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്താട്ടെ, ഒരു ഷൂസ് വാങ്ങിച്ചു കൊടുത്താട്ടെ, ഒരു സോക്സ് വാങ്ങിച്ചു കൊടുത്ത, ഒരു ഹാൻഡ് കർച്ചീഫെങ്കിലും വാങ്ങിച്ചു കൊടുത്താട്ടെ, എന്തെങ്കിലും കൊടുക്കുക. ഷൗലിന് കൊടുക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഷൗൽ പറഞ്ഞു ഒന്നും കൊടുക്കാണ്ടല്ലോ. വിളിക്കാൻ പറഞ്ഞു എൻ്റെ ഒരു സിക്കായുണ്ട്, ഒരു വെള്ളി നാണയമുണ്ട്. ശരി, പകളയാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് കഥ തുടങ്ങുന്നത്. പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. പ്രവാചകൻ വേലക്കാരൻ്റെ ഒക്കെ പറഞ്ഞു നീ കുഞ്ഞെ നീ മുമ്പോട്ട് പോയാട്ടെ. ശൗലിൻ്റെ ഒക്കെ പറഞ്ഞു നീ ഇവിടെ നിന്നാട്ടെ. അവനെ അഭിഷേകം ചെയ്യുകയാണ്. തൈലപാത്രം എടുത്ത്, പ്രവാചകൻ്റെ വീട്ടിലെപ്പോഴും തൈലപാത്രം കാണും. എന്നെ നോക്കിയാട്ടെ, തൈലപാത്രം അതിങ്ങനെ നിറഞ്ഞു തുളുമ്പി വെച്ചേക്കും. സാധാരണ എണ്ണയല്ല, അത് പ്രത്യേക തൈലമാണ്. പഴയ നിയമത്തിലേ ഉള്ളൂ, പുതിയ നിയമത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും ഉണ്ടാക്കിയാൽ എനിക്ക് പിണക്കമില്ല, ഇല്ല. എൻ്റെ പോളിസി അതാണ്. അപ്പം തൈലപാത്രം അവരെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ രാജാവിനെ വല്ലതും അഭിഷേകം ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ, പ്രവാചകനെ അഭിഷേകം ചെയ്യാനാണെങ്കിൽ ഒരു കൊമ്പിനകത്ത്, ആടിൻ്റെ കൊമ്പില്ലേ, ആ കൊമ്പിനകത്ത് നിറച്ച് അടച്ച് യാത്ര ചെയ്യുന്നു. എന്നാൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ പാത്രം നിറഞ്ഞിരിക്കും. ശൗലിൻ്റെ ഒക്കെ പറഞ്ഞ് അവിടെ നിന്നാട്ടെ. എന്നിട്ട് ആ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചു. വാക്യം നോക്കിയാട്ടെ, ഹല്ലേലൂയ. അവൻ്റെ ഒഴിച്ചു, പെരട്ടുമായിരുന്നില്ല, ഒഴിച്ചു. വേദപുസ്തകം പഠിക്കേണ്ട പുസ്തകമാണ്. ഒഴിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ദൈവദാസനെ തൈലാഭിഷേകം ചെയ്യുന്നത്. ഞങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഞാനിപ്പോൾ ഈ വെള്ളിയാഴ്ച 28-ാം തീയതി 250 പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ തലയിൽ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കും. എങ്ങനെയായിരിക്കും? മിക്കവാറും 1 തുള്ളി എണ്ണ എടുത്തിട്ട് 3 പേരുടെയെങ്കിലും തലയിൽ പുരട്ടും. അന്നത്തെ കാലത്ത് അങ്ങനല്ല. ആ വെച്ചിരിക്കുന്ന പാത്രത്തിലെ എണ്ണ മുഴുവൻ, നിങ്ങളെൻ്റെ കൈ കണ്ടോ? അല്ലെങ്കിൽ ആ കൊമ്പിനകത്തെ എണ്ണ മുഴുവൻ തലയിൽ കൂടെ അങ്ങ് ഒഴിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഒഴിക്കുന്നത്. അങ്ങനെയാണ്. ആ സമയത്താണ് തല മുതൽ ഉടുപ്പിനകത്തൂടെ, ഉടുപ്പിൻ്റെ അച്ഛന്മാരുടെ കുപ്പായം കണ്ടിട്ടില്ലേ, അതുപോലെ
ആ കുപ്പായത്തിൻ്റെ ഉടുപ്പിൻ്റെ വെളുമ്പിലൂടെ കാൽപാദത്തിൽ വരെ വരും. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എഴുതാം. പ്രവാചകനെ കാണുന്നതിന് മുമ്പുള്ള ക്വാളിഫിക്കേഷൻ, പ്രവാചകനെ കണ്ടതിന് ശേഷമുള്ള ക്വാളിഫിക്കേഷൻ. അവൻ എണ്ണയ്ക്കകത്ത് പുതിയപ്പെട്ടു. എഴുതിക്കാട്ടെ, വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാനും നീയും എണ്ണയ്ക്കകത്ത് പുതിയപ്പെടണം. വി മസ്റ്റ് ബി കവേർഡ് ഇൻ ദ വിത്ത് അനോയിൻറ്റിങ് ഓയിൽ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ഒരു തുള്ളിയല്ല, നമ്മളെല്ലാവരും പുതിയപ്പെടണം. ഇത് പറയുമ്പോൾ ചിലർ വിചാരിക്കും, ഓ അന്യഭാഷ പറയണം. ഇല്ല, അന്യഭാഷ പറയണം, അത് വേറെ കാര്യം. അന്യഭാഷ പറയാതെ ഒരു അഭിഷേകം, ഒരു സ്നാനം, ഇതിനകത്ത് പുതിയപ്പെടുക. നീ നടക്കുമ്പോൾ, നീ ഇരിക്കുന്ന സമയത്ത്, നിന്നെ കാണുമ്പോൾ പിശാച് വിറയ്ക്കണം. കാരണം നീ എണ്ണയ്ക്കകത്ത് പുതിയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്നത് 15ാമത്തെ നിലയിലാണ്. ഒരു ഫ്ലാറ്റേ ഉള്ളൂ എൻ്റെ, കേട്ടോ. എൻ്റെ പ്രസംഗം കിട്ടുമ്പോൾ ആരാണ്ട് എങ്ങാണ്ട് പ്രസംഗിച്ചു, PG വർഗീസ് ദൈവമക്കൾ കൊടുക്കുന്ന പണമെല്ലാം വെറുതെ കളഞ്ഞിരിക്കുക. 15 നില കെട്ടിടത്താണത്തെ അദ്ദേഹം താമസിക്കുന്നത്. തങ്കക്കുടമേ, ഒരു ഫ്ലാറ്റേ ഉള്ളൂ. അയ്യോ, ഉണ്ട്, ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ. ഞാൻ കുറവ് പറയല്ല, ദൈവത്തെ ഒരിക്കലും ഞാൻ ക്രൂരനായിട്ട് അവതരിപ്പിക്കുന്നത്, നല്ലവനായിട്ട്. ദൈവം എനിക്കൊരു ഫ്ലാറ്റ് തന്നിരിക്കും. എനിക്കല്ല, എൻ്റെ സംഘടനയ്ക്ക്. ഞാനവിടെ താമസിക്കുന്നു. എൻ്റെ അപ്പുറത്ത് ഒരു കാശ്മീരി ബ്രാഹ്മണൻ, ഇപ്പുറത്ത് വേറൊരു സാധാരണ ബ്രാഹ്മണൻ. അവരുടെ എല്ലാം വീടിൻ്റെ വെളിയിൽ, കതകിന് വെളിയിൽ മുഴുവൻ ബിംബങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. എൻ്റെ മുമ്പിലുള്ള കാശ്മീരി ബ്രാഹ്മണൻ്റെയും വീടിൻ്റെ മുമ്പിലെല്ലാം അവരുടെ ദൈവങ്ങളുടെ ബിംബങ്ങളാണ്. കുറച്ചൊക്കെ എൻ്റെ ഭിത്തിയിലൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. കാണാൻ വരുന്നവർ പറയും, അയ്യോ വലിയ പോരാട്ടമായിരിക്കുമല്ലോ. ചെന്ന് ചോദിക്കുക, അവരുടെ അതിങ്ങോട്ട് വല്ലതും പോരാട്ടമുണ്ടോ? എനിക്കെന്തോ പോരാട്ടം. കഴിഞ്ഞ വർഷം ജനുവരിയിൽ വർഗീശ്വരൻ്റെ കൂടെ വന്ന IPCയിലെ പാസ്റ്ററുണ്ടോ ഇവിടെ? ഇല്ല അല്ലേ? അദ്ദേഹം എൻ്റെ വണ്ടി ഓടിക്കുന്നത്. അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് എൻ്റെ വണ്ടി ഓടിക്കാൻ വന്നത്, കേട്ടോ. ഒരു കാർ ഇതുപോലെ ആരാണ്ട് തന്നു. അപ്പം കരുനാഗപ്പള്ളിയിൽ നിന്ന് ഞങ്ങളിങ്ങ് വടക്കോട്ട് വന്നിട്ട്, അപ്പോൾ തിരിച്ചു പോവാണ്. ഞാൻ കാറിനകത്തിരുന്ന് ഉറങ്ങുക. ഞാൻ ഛർദ്ദിക്കും കാറിനകത്ത് യാത്ര ചെയ്യാൻ. ഞാൻ ഉറങ്ങാം, നല്ല മനഃപൂർവ്വം നല്ല ഉറക്കം. ഒരു വെടി പൊട്ടുന്ന ഒരു ശബ്ദം കേട്ടു. എന്താ പറ്റിയെന്നറിയാം? അപ്പുറത്തുനിന്ന് വന്ന ഒരു ബുൾഡോസർ വന്ന് കാറയിലടിച്ചതാ. ആളുകൾ എന്തൊക്കെ ചോദിക്കും, വല്ലതും പറ്റിയോ? പോയി ബുൾഡോസറിൻ്റെ ഒക്കെ ചോദ്യം എന്തൊക്കെ എന്തിനാ ചോദിക്കുന്നത്? വെറുതെ വാച ഓടിക്കല്ല. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല, വന്നില്ലല്ലോ. ഉച്ചയ്ക്കുണ്ടായിരുന്നു. ചോദിക്കണം അദ്ദേഹത്തിൻ്റെ. എൻ്റെ പറയുന്നത് കേട്ടാട്ടെ, എൻ്റെ വീട്ടിനകത്തോട്ട് ഒരു ദുഷ്ടപിശാചും കയറത്തില്ല. എനിക്കിതിനെപ്പറ്റി ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് ഫലിക്കേണ്ട ആവശ്യമില്ല. ശാശ യേശുവിനെ വന്നെങ്കിൽ വരായി ഫലിക്കുന്നേ, വരത്തില്ലല്ലോ, പിന്നെന്താ വേണം? ഞാൻ പറയുന്നത് കേട്ടാട്ടെ, നീ എണ്ണയ്ക്കകത്ത് ദൈവത്തിൻ്റെ തൈലാഭിഷേകത്തിൽ നീ പുതിയപ്പെട്ടവനായിരിക്കണം. ഒന്ന്, അവൻ ഭയപ്പെട്ടു. രണ്ട്, ഒരു ഉമ്മയും വാങ്ങിച്ച് പിരിയുകയാണ്. ദൈവദാസനെ പിരിയേണ്ടത് എങ്ങനെയാണ്? ഉമ്മയും വാങ്ങിച്ച്. നിങ്ങളൊരു സഭയിൽ പ്രവർത്തിക്കുന്നു, ആരാധിക്കുന്നു, ആ സഭ വിട്ടിട്ട് വേറൊരു സഭയിലോട്ട് പോകുന്നു. എങ്ങനെ പോകണം? ഇതുപോലെ പോകണം. എങ്ങനെ? ഒരു ഉമ്മയും വാങ്ങിച്ചു പോകണം. ശാപം വാങ്ങിച്ചുകൊണ്ടല്ല പോകേണ്ടത്, അല്ല, ഉമ്മയും വാങ്ങിച്ച്, അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട്. നിങ്ങൾ അപ്പൻ്റെ കൂടെ താമസിക്കുക. അപ്പനെ നീ വേർപിരിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വേർപിരിയാനുള്ള അവകാശമുണ്ട്. ഒരു സഭ വിട്ടിട്ട് ഒരാൾക്ക് പോകാൻ, അപ്പനെ വിട്ടിട്ട് മാറിപ്പോകാൻ, അമ്മായിപ്പനെ വിട്ടിട്ട് മാറിപ്പോകാൻ, സഹോദരന്മാർ ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്നു മാറിപ്പോകാം. എങ്ങനെ മാറണം? അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് മാറണം. ഇന്ന് പലരും അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കൂടെയുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾക്ക് എപ്പോൾ വേണേലും പിരിയുന്നവരെ ഞാൻ ഇന്ന് വരെ പിടിച്ചു നിർത്തില്ല. ഞാൻ പറയും പോകരുതെന്ന് പറയും, പക്ഷെ പോകാൻ ഒക്കത്തില്ല, നമ്മൾ പിടിച്ചു നിർത്തത്തില്ല, അനുഗ്രഹിച്ചു വിടും. എന്നാൽ പലരും അനുഗ്രഹം വാങ്ങിക്കാതെ പിരിഞ്ഞു പോകുന്നു. നിങ്ങളത് ചെയ്യരുത്. എൻ്റെ ശബ്ദം കേൾക്ക്, നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾ ചിലപ്പോൾ അനുഗ്രഹം തന്നില്ലെന്ന് വരാം. എൻ്റെ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടും അദ്ദേഹം അനുഗ്രഹിക്കുന്നില്ല. അത് വേറൊരു കാര്യം. പക്ഷെ ചോദിക്കുക എന്നുള്ളതിൻ്റെ കടമ. ദൈവദാസന്മാർ ഒരാൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവരെ അനുഗ്രഹിച്ചയക്കുവാനുള്ള സന്മനസ് ഉണ്ടാകണമെന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉമ്മയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു സ്പെഷ്യൽ ടൈറ്റിലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഒരു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു എന്താണ് പറഞ്ഞത്? യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്താണ് പേര് കിട്ടിയത്? യഹോവയുടെ അവകാശത്തിൻ്റെ പ്രഭു. ഇതാർക്ക് തരാൻ കഴിയും? PG വർഗീഷിന് തരാൻ കഴിയും. ചിലരൊക്കെ എൻ്റെ ഒന്ന് പറയും, വർഗീഷ് വേറെ എന്നെ ഒരു ലീഡറാക്കിയാണ്. ഞാൻ നിന്നെ ലീഡറാക്കിയാൽ നീ ഫിറ്റ് ആകത്തില്ല. ദൈവം നിന്നെ ലീഡറാക്കണം.
ദൈവത്തിൽ നിന്നൊരു ടൈറ്റിൽ വാങ്ങിക്കണം. അതെന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലേ അല്ലേ അല്ലേ? അപ്പം നമ്മൾ ദൈവത്തിലൊക്കെ പറയണം, കർത്താവേ നീ എനിക്കൊരു ടൈറ്റിൽ തരണമേ, കർത്താവെ ആത്മാവിനെ നേടുന്നവനാക്കി തീർക്കണമേ, കർത്താവെ പ്രാർത്ഥിക്കുന്നവനാക്കി തീർക്കണമേ, കർത്താവെ ആശുപത്രിയിൽ പോയി പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാക്കി തീർക്കണമേ. എന്തെങ്കിലുമൊക്കെ ഒരു ടൈറ്റിൽ ദൈവത്തിലുണ്ട്. ശൗലിന് കിട്ടിയ ഒരു കാര്യം. എന്തുകൊണ്ടാണ് ശൗൽ പിന്നീട് രാജാവായി തീർന്നത്? ആദ്യം നമ്മൾ 3 കാര്യങ്ങൾ കണ്ടു. ഇവിടെ ഇതാ 3 കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ മുമ്പോട്ട് പോകണം. ഇത് കഴിഞ്ഞ് നീ എന്നെ വിട്ടുപോകുമ്പോൾ, കണ്ടോ അടിവരയിടാൻ കൂടാതെ, ഇന്ന് നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിൻ്റെ അതിരിങ്കിലെ സൽസഹൽ. ബെന്യാമിൻ്റെ അതിരിങ്കൽ. ബെന്യാമിൻ ആരാണ്? യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും ഇളയവനാണ് ബെന്യാമിൻ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചേട്ടനും അനിയനും കൂടെ നടക്കുകയാണെങ്കിൽ ബഹുമാനം കൊടുക്കേണ്ടിയവർ ഒരിക്കലും ഒരു അനുജൻ ചേട്ടൻ്റെ കൂടെ കയറിയിരിക്കത്തില്ല. അവിടെ വേറെ കസേരയില്ലെങ്കിൽ ഇരിക്കും. എൻ്റെ അനുജൻ, ഏറ്റവും ഇളയ അനുജൻ, എന്നേക്കാൾ 12 വയസ്സിന് ഇളയ അനുജൻ ഒരിക്കലും എൻ്റെ കൂടെ ഇരിക്കത്തില്ല. അവൻ എന്നേക്കാൾ പഠിത്തമുണ്ട്, അവന് ഡോക്ടറേറ്റ് ഉണ്ട്, PhD ഉണ്ട്, അവൻ കൊറിയയിൽ പഠിച്ചാണ്, അമേരിക്കയിൽ പഠിച്ചാണ്, അവനൊരു മിഷൻ ലീഡറാണ്. പക്ഷെ എൻ്റെ കൂടെ ഇരിക്കത്തില്ല. അവന് എന്നേക്കാളും വലിയ ആളാണ്, പക്ഷെ എൻ്റെ കൂടെ ഇരിക്കത്തില്ല. അച്ഛാ ഇരുന്നാട്ടെ. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അന്നത്തെ കാലത്ത് ഏകദേശം 3000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഈ ബെന്യാമിന് ചേട്ടന്മാരുടെ അടുക്കലേക്ക് നിൽക്കാനുള്ള അവകാശമില്ല. അവൻ ഏറ്റവും ഇളയവനാണ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ശൗൽ ബെന്യാമിൻ ഗോത്രത്തിലെ പറയുമ്പോൾ, അയ്യോ ഞാനൊരു കൊച്ചു ഗോത്രത്തിലെ. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? മറ്റുള്ളവരുടെ മുമ്പാകെ നിൽക്കാൻ പോലും എനിക്ക് അവകാശമില്ല. സമ്മാനങ്ങൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ 1-ാമത്തെ ഗോത്രം, 2-ാമത്തെ ഗോത്രം, 3-ാമത്തെ ഗോത്രം, 4-ാമത്തെ ഗോത്രം, ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് അവസാനം ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടിയെന്നെങ്കിലായി. അതുകൊണ്ട് ഞാൻ ഒന്നുമല്ല. പക്ഷെ ഇനി പറയുന്നത് കേട്ടെ, ഏറ്റവും ചെറിയവൻ ഗോത്രത്തിൽ, പക്ഷെ അവന് കിട്ടിയ അനുഗ്രഹം കേട്ടാട്ടെ. എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം എഴുതുന്നവരെങ്കിലും എഴുതിയെടുത്താട്ടെ. 49-ാം അധ്യായം. ഹല്ലേലൂയ. എവിടെ പോകുന്നു? 27-ാമത്തെ വാക്യം. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായ. രാവിലെ അവൻ ഈര പിടിച്ചു വിഴുങ്ങും, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. ശാപം കിട്ടാതെ അനുഗ്രഹം മാത്രം കിട്ടിയ ഏതാനും ചിലരിൽ ഒരാൾ. ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം യോസഫിനാണ്. ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് എനിക്കറിയാം. 4-ാമനായ യഹൂദായ്ക്ക് അനുഗ്രഹം കിട്ടി, അതും എനിക്കറിയാം. പക്ഷെ എനിക്ക് ഈ ബെന്യാമിൻ്റെ അനുഗ്രഹം വളരെ ഇഷ്ടമാണ്. കേട്ടാട്ടെ, ഒന്നുകൂടെ വായിക്കാം. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി. നിങ്ങൾ ചെന്നായെ കണ്ടിട്ടുണ്ടോ? ഞാൻ വനത്തിൽ ജനിച്ച മനുഷ്യനാണ്. വനത്തിൻ്റെ അടുക്കൽ എൻ്റെ പപ്പായുടെ വീട് ഇപ്പോഴും വനത്തിനോട് ചേർന്നാണ്. അതിനുശേഷം പിന്നെ വീടില്ല, അതിനപ്പുറത്തെല്ലാം വനമാണ്. അപ്പം ഞാൻ വന്യമൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ സിംഹമൊന്നുമില്ല, ആനയുണ്ടായിരുന്നു. ചെന്നായി ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടിയുടെ അത്രയേ ഉള്ളൂ ചെന്നായി. ചിലപ്പോൾ അതിനേക്കാൾ വലിയ ചെന്നായി കണ്ടെന്ന് വരാം, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കണ്ട ചെന്നായി ചെറുതായിരുന്നു, പട്ടിയുടെ അത്രയേ ഉള്ളൂ. പക്ഷേ അവൻ കടിച്ചു കീറുന്ന ചെന്നായാണ്. ആള് ചെറുതാ, പക്ഷേ അവൻ ഒരു മാനിനെ കണ്ടാൽ അതിനെ കടിച്ചു കീറി കളയും. അവൻ അപ്പുറത്ത് വേറൊരു മൃഗത്തെ കണ്ടാൽ അതിനെ കടിച്ചു കീറി കളയും. ചെറിയവൻ, പക്ഷെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവൻ. നിങ്ങൾ ചിലപ്പോൾ ചെറിയൊരു കുടുംബത്തിൽ ജനിച്ചതായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു ചെറ്റപ്പുരയിൽ ജനിച്ചതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചത് 1-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ പള്ളിക്കൂടത്തിൽ പോയിട്ട് പോലും ഇല്ലായിരിക്കാം. പറയുന്നത് കേട്ടാട്ടെ, നീ ഏറ്റവും ചെറിയവനാണെങ്കിലും നീ കടിച്ചു കീറുന്ന ചെന്നായിരിക്കും. അസാധാരണ സാമർഥ്യമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കടിച്ചു കീറുന്ന ചെന്നായി. തീർന്നില്ല, അവൻ രാവിലെ ഇര പിടിച്ച് വിഴുങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു ചെന്നായി അങ്ങോട്ട് ചെന്നിട്ട് മാൻ ഇങ്ങോട്ട് പിടിക്കുന്നു, അതിൻ്റെ കഴുത്തേലാണ് പിടിക്കുന്നത്, എപ്പോഴും കഴുത്തേലാണ് പിടിക്കുന്നത്. ആ കഴുത്ത് അങ്ങോട്ട് പിടിക്കുന്നു, എന്നിട്ട് വലിച്ചു കയറുന്നു, എന്നിട്ടങ്ങ് വിഴുകുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ നല്ലതുപോലെ ദ ബെസ്റ്റസ്റ്റ്. എൻ്റെ ഇംഗ്ലീഷാണ്, ഞാൻ അധികം പഠിച്ചിട്ടില്ല, 10-ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തെറ്റായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പറയുകയാണ്. ഹി വിൽ ഈറ്റ് ദ ബെസ്റ്റസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. കുടുംബത്തിൽ ചെറിയവനായിരുന്നാലും നീ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാമെങ്കിൽ ബെന്യാമീനെ നിന്നെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ രാവിലെ ഇര പിടിച്ച് വിഴുങ്ങും, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. പഴയ നിയമകാലത്ത് യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് ശമ്പളമില്ല. രാജാവ് വിളിക്കും, വന്നാട്ടെ, എല്ലാവരും വരണം, വാളെടുക്കാൻ കഴിവുള്ളവരുള്ള എല്ലാവരും വരണം, പോകണം. അപ്പൻ പറഞ്ഞു വിടണം. അവർ പോകുമ്പോൾ അവർ യുദ്ധം ചെയ്യും, ശമ്പളമില്ല. പിന്നെ അവർക്ക് എന്താണ് കിട്ടുന്ന പ്രതിഫലം? എന്തൊക്കെ അവരെ ആ യുദ്ധത്തിനകത്ത് കൊള്ളയിടുന്നോ അതെല്ലാം അവരുടെയാണ്. രാജാവിന് കൊടുക്കേണ്ടത് രാജാവ് പറയും, ബാക്കിയുള്ളതൊക്കെ അവരുടെയാണ്.
അപ്പോൾ അവർ തിരികെ വരുന്നത് എങ്ങനെയായിരിക്കും, ഈ മനുഷ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും? അവനൊരു ചാക്കിനകത്ത് അന്ന് കിട്ടിയ സാധനങ്ങൾ, അയ്യോ കാലിലെ മുറിയുണ്ട്, ഇവിടെ മുറിവുണ്ട്, ഇവിടെ വെട്ട് കൊണ്ടിട്ടുണ്ട്, ഇങ്ങനെ വരിക. എന്നിട്ട് ഇപ്പോഴത്തേക്ക് ഭാര്യ ഓടി വരും, മക്കളെല്ലാവരും കൂടെ ഓടി വരും, അവരുമായിട്ടെല്ലാം പങ്കിടും. എന്ന് പറഞ്ഞാൽ നീ യുദ്ധത്തിൽ വിജയിക്കുന്നവനായിരിക്കും. തോറ്റു വരുന്നവനൊന്നും കിട്ടത്തില്ല, നീ വിജയിക്കുന്നവനായിരിക്കാം. നീ കുടുംബത്തിൽ ചെറിയവനായിരിക്കാം, നീ ചെറ്റപ്പുരയിൽ പിറന്നവനായിരിക്കാം, നീ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലായിരിക്കാം. പക്ഷെ ബെന്യാമീനെ, നിന്റെ അപ്പൻ്റെ അനുഗ്രഹം കിട്ടിയാൽ ഈ 3 അനുഗ്രഹവും ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ബെന്യാമിൻ്റെ അതിരിങ്കൽ നമുക്ക് പോകാം, ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് പോകാം. ഹല്ലേലൂയ. നീ നിന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിൻ്റെ അതിരിങ്കൽ, ഇതിൻ്റെ അതിരിങ്കൽ ഈ 3 ഗുണവും ഉണ്ടായിരിക്കണം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ പറ്റി കേട്ടിട്ടുണ്ടോ? കൈയൊന്ന് ഉയർത്താമോ? ഒരാളേ ഉള്ളൂ. ചരിത്രമൊക്കെ ഇച്ചിരൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ നമ്മുടെ മർത്താണ്ഡവർമ്മ മഹാരാജാവ്, ടിപ്പു സുൽത്താൻ എന്നൊക്കെ പറയുന്നത് പോലെ വലിയൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. രാജാവൊന്നുമല്ല, ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ. എങ്കിലും നാട്ടിലെ ഒരു പ്രമാണി ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തു. ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്തതുപോലെ യുദ്ധം ചെയ്തു. അദ്ദേഹത്തെ അവർ തൂക്കിക്കൊല്ലുകയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു മഹാനായിരുന്നു. ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത ഒരു മനുഷ്യൻ. അവരുടെ നാട്ടിലിങ്ങനെ ഒരു കഥയുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു തെരുവ് പട്ടി, സ്ട്രീറ്റ് ഡോഗ്, ഒരു തെരുവ് പട്ടി. ഈ തെരുവ് പട്ടി ആർക്കും അടിക്കാം. എല്ലാ പട്ടികളും കൂടി, ഒരു ദിവസം 5-6 പട്ടികൾ കണ്ടു ഈ തെരുവ് പട്ടിയെ. ഈ 5-6 പട്ടികളെല്ലാം കൂടി ഈ പട്ടിയുടെ പുറകെ ഓടി. ഈ പട്ടി, തെരുവ് പട്ടി ഓടിപ്പോവാണ്. ഓടി ചെന്ന് ചാടി, ഒരു മതിൽ ചാടി ചെന്ന് കയറിയത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ പുരയിടത്തിലോട്ടായിരുന്നു. പെട്ടെന്ന് അത് തിരിഞ്ഞൊന്ന് കുരച്ചു, ബാക്കി പട്ടികൾ ഓടിപ്പോയി. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ പുരയിടത്തിന് പോലും ഒരു ശക്തി ഉണ്ടായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? നിന്റെ അതിരിനും ഒരു ശക്തി ഉണ്ടായിരിക്കണം, നിന്റെ വീടിനും ഒരു ശക്തി ഉണ്ടായിരിക്കണം, നിന്റെ വാക്കുകൾക്കും ഒരു ശക്തി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ബെന്യാമിൻ്റെ അതിരിങ്കൽ ചെല്ലുന്ന സമയത്ത് റാഹേലിൻ്റെ കല്ലറയ്ക്ക് അരികെ വെച്ച് 2 ആളെ കാണും. റാഹേലിൻ്റെ കല്ലറ. ആരാണ് റാഹേൽ? നല്ലൊരു പെണ്ണായിരുന്നു. യാക്കോബ് നമുക്ക് പിന്നെയും കാണാം. യാക്കോബ് അവിടെ ചെല്ലുന്നു, അമ്മാച്ചൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അമ്മാച്ചൻ്റെ അവിടെ 2 പെൺമക്കളുണ്ട്. പിന്നെയും കാണും. മൂത്തവള് പൂച്ചക്കണ്ണിയാണ്. പൂച്ചക്കണ്ണിയല്ല, കലങ്ങിയ കണ്ണുകളുള്ളവർ. അബദ്ധം പറ്റരുത്. പൂച്ചക്കണ്ണിയല്ല, കലങ്ങിയ കണ്ണുകൾ. അപ്പോൾ സൂര്യപ്രകാശത്തിലൂടെ നോക്കാനൊക്കെ വലിയ പ്രയാസമാണ്. കലങ്ങിയ കണ്ണാണ്. പക്ഷേ ഇയാൾക്ക് കുറച്ചുകൂടെ നോട്ടം സുന്ദരിയായ അനിയത്തിയാണ്. അമ്മാവൻ ചോദിച്ചു, ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അമ്മാവൻ്റെ മോളെ കെട്ടാമെന്നല്ല. അന്നത്തെ കാലത്ത് ആദാമിൻ്റെ മങ്ങളെ സ്വന്തം പെങ്ങളെ കെട്ടിയെന്നുകൊണ്ട് നമ്മളത് ചെയ്യത്തില്ല. അതുകൊണ്ട് റിലേഷനുള്ളവരെ കെട്ടരുത്. കെട്ടിയാൽ മെഡിക്കൽ ഡോക്ടറൊക്കെ ചോദിച്ചാട്ട് എന്ത് പറ്റുമെന്ന്, അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ചെകിടരും ബധിരരും ഒക്കെ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലഡ് റിലേഷനുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല. പക്ഷേ അന്നത്തെ കാലത്ത് അമ്മാച്ചൻ്റെ അവിടെ ചെന്നു, അനിയത്തിയെ ഇഷ്ടമായി. അപ്പം ചോദിച്ചു, അമ്മാവൻ ചോദിച്ചോടാ, നിനക്ക് എൻ്റെ പെണ്ണെ മോളെ ഇഷ്ടമാണെന്ന് ഞാൻ കണ്ടു, നീ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ഇഷ്ടമാണ്, ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ താമസിച്ചോ. 20 വർഷം കഴിഞ്ഞപ്പം അവൻ യാത്ര പറയുകയാണ്. അവൻ പാന്നേരൻ 2 ഭാര്യമാരെയും വിളിച്ചു, മൂത്തവളെയും വിളിച്ചു, 2ാമത്തവളെയും വിളിച്ചു. പറഞ്ഞു, നമ്മൾ വീട് വിട്ടു പോവാ, എല്ലാവരും സാധനങ്ങളൊക്കെ പെറുക്കിയാട്ടെ. എല്ലാവരും പെറുക്കി. അനുജത്തി റാഹേൽ, സുന്ദരിയായ പെണ്ണ്, അവിടെ ഇരുന്ന അപ്പൻ്റെ ബിംബങ്ങളെ കൊണ്ടെടുത്തു. അപ്പൻ്റെ ബിംബം, ഒരു ബിംബമല്ല, 1-ലധികം ബിംബങ്ങൾ എടുത്തു. എന്താ കാര്യം? അവരുടെ ആചാരമനുസരിച്ച്, അന്നത്തെ ആചാരമനുസരിച്ച് ഓരോ നാട്ടിനും ഓരോ ജാതികൾക്കും ഓരോ ട്രൈബ്സിനും ഒക്കെ ഓരോ ആചാരമുണ്ട്. നല്ലതാണ്, പലതും നല്ലതാണ്. നമ്മൾ ചിലതൊക്കെ തൂത്തുവാരി കളഞ്ഞു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ബിംബങ്ങളെ എടുത്തു വെച്ചു. അതിന് കാരണമുണ്ട്. അന്നത്തെ കാലത്തൊരു അപ്പൻ മരിച്ചു കഴിയുമ്പോൾ ആരുടെ കയ്യിലാണോ കുടുംബദേവത കാണുന്നത് അവർക്ക് ഇരട്ടി ഓഹരി കൊടുക്കണം. അതുകൊണ്ട് ഈ അപ്പൻ, ഈ മകൾ റാഹേൽ അപ്പൻ്റെ ഗ്രഹവിഗ്രഹങ്ങളെ, കുടുംബദേവതകളെ മോഷ്ടിച്ചു. അവൾ സ്ഥലം വിട്ട് അവൾ വിചാരിച്ചു, എൻ്റെ ചേട്ടത്തി വണ്ടിയാ, ഞാൻ മിടുക്കിയ, ഞാനിത് മോഷ്ടിച്ചു, എനിക്ക് ഇരട്ടി സ്വത്ത് കിട്ടും. അവൾ സുന്ദരിയായിരുന്നു. പക്ഷെ ധനമോഹം അവൾക്കുണ്ടായിരുന്നു. ധനത്തിൻ്റെ ആഗ്രഹം നല്ലതാണ്, ധനത്തിൻ്റെ മോഹം ഉണ്ടാകരുത്. കഴിയുന്നത്ര നിങ്ങൾ സമ്പാദിച്ചാട്ട്, നിങ്ങൾ സമ്പാദിക്കുന്നാൽ, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരാൾ കാറ് തന്നു. അയാൾ 3-4 മാസത്തിന് മുമ്പ് എനിക്കൊരു വണ്ടി വാങ്ങിക്കാൻ 17 ലക്ഷം രൂപ തന്നു. അയാൾ രൂപ ഉണ്ടായിട്ടാണ്, ചങ്ങന്നൂക്കാരനാണ്. അയാൾ രൂപ ഉണ്ടായിട്ടാണ് എനിക്ക് 17 ലക്ഷം രൂപ തന്നത്. ആ
അയാൾക്ക് 3 വണ്ടി ഉണ്ടായിട്ടാണ് അതിനകത്ത് ഒരു വണ്ടി എനിക്ക് തന്നത്. അപ്പം പണം ഉണ്ടാകുന്നത് നല്ല നേരെയുള്ള മാർഗത്തിൽ. പക്ഷേ ഇവൾ അന്യായമായിട്ടാണ് ചിന്തിച്ചത്. അവൾ വിചാരിച്ചാൽ മിടിക്കുകയാണ്, എനിക്ക് ഇരട്ടി സ്വത്ത് കിട്ടും. അവൾ തിരിച്ചു പോകുമ്പോൾ അപ്പൻ വീട്ടിൽ ചെന്നു. അപ്പൻ വീട്ടിൽ ചെന്നും വെച്ച് നോക്കിയത് എന്താണ്? എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ഇല്ല. ആഭരണം അവിടെയുണ്ട്, ബാക്കി സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷെ കുടുംബദേവതയെ കാണുന്നില്ല. പോട്ടെ, 2 കുടുംബദേവതയിൽ ഞാൻ വേറെ 2 ഉണ്ടാക്കാം. മണ്ണ് കൊണ്ടുള്ളതാണ് അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ തടി കൊണ്ടുള്ളതാണ് അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ളതാണ്. ഇതിന് വലിയ വിലയില്ലായിരുന്നെങ്കിൽ ഇയാൾക്ക് അവിടെ പുറകെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ ബിംബങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും വിശാലമായിട്ട് പറയുന്നത്. നിങ്ങൾ വിചാരിച്ചേക്കാം ഇതിനർത്ഥമൊന്നുമില്ല, ഉണ്ട്. അതുകൊണ്ട് ലാബാൻ പറഞ്ഞു, എനിക്ക് പോകണം, എനിക്ക് കിട്ടണം, എൻ്റെ കുടുംബദേവത പോയി. എടാ, വേറൊന്നും ഉണ്ടാക്കാൻ അതല്ല, ഇതിനാണ് ബലം. അതുകൊണ്ടവൻ പോയി. പുറകെ ചെന്നു. യാക്കോബിൻ്റെ ഒക്കെ ചെന്ന് ചോദിച്ചു, ഇയാളെടുത്തു എൻ്റെ ബിംബങ്ങൾ. പക്ഷേ ഞാൻ എടുക്കത്തില്ല, ഞാൻ ധൈര്യശാലിയാണ്. എ ഹോളി പേഴ്സൺ ഈസ് എ ബോൾഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ടില്ല. ധൈര്യത്തോടെ പറഞ്ഞു, എനിക്ക് യാക്കോബിനെ വലിയ ഇഷ്ടമാണ്. അത് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ടെൻറ്റ് പരിശോധിച്ചു. മൂത്ത മോടെ ടെൻറ്റും പോയി പരിശോധിച്ചു, അവിടെയും കാണുന്നില്ല. റാഹേൽ അറിഞ്ഞു അപ്പൻ വന്നിട്ടുണ്ട്. അവൾ പേടിച്ചു, അയ്യോ ഇപ്പോൾ അപ്പൻ വരും. അവൾ പക്ഷെ മിടുക്കിയായിരുന്നു. ചിലപ്പോൾ എൻ്റെ ഗ്രാമത്തിലുള്ള പെണ്ണായിരിക്കാം, ബുദ്ധി ഉണ്ടായിരുന്നു. അവൾ ചിലപ്പോൾ ഈ കുടുംബദേവത എടുത്ത് ഞാൻ ഇച്ചിരി ആക്ട് ചെയ്യാൻ പോവാ. സഹോദരിമാരെന്നോട് ക്ഷമിക്കണം. അവൾ കുടുംബദേവത എടുത്തിട്ട് ഈ കാതലിക് സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഡ്രസ്സ് കണ്ടിട്ടില്ലയോ, അതുപോലുള്ള ഡ്രസ്സിനകത്ത് വെച്ചവിടെ ഇരിക്കുകയാണ്. ഒട്ടകത്തിൻ്റെ കോപ്പ്, ഒട്ടകത്തിൻ്റെ പുറത്തൊരു ഒരു സ്റ്റൂളുണ്ട്. ആ സ്റ്റൂളല്ല, ഒരു കൊച്ചുകട്ടിൽ പോലെ 3 അടി നീളം 3 അടി വീതിയുള്ള, അതിൻ്റെ പുറത്ത് കയറി അവിടെ ഇരുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്താ അതിശയമേതെ അപ്പച്ചൻ വന്ന്, അപ്പച്ചാ പ്രൈസലോ മോളെ, എന്താ അപ്പച്ചൻ വന്ന്? മോളെ നമ്മുടെ കുടുംബദേവതയെ കണ്ടോ? അയ്യോ ഞാൻ കണ്ടില്ല, ആരെങ്കിലും മോട്ടിച്ച് അവർക്ക് ദോഷമേ വരത്തുള്ളൂ. അങ്ങനെ കള്ളന്മാരങ്ങ് ശപിക്കും. ഈ മോളെ ഞാൻ ഇവിടെ നോക്കിയോട്ടെ അപ്പച്ചാ, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിച്ചു. അവളെല്ലാം നോക്കി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോളെ നീ ഒന്ന് എഴുന്നേറ്റ്. അവൾ പറഞ്ഞു, എഴുന്നേക്കാനൊക്കത്തില്ല. എന്താ കാര്യം? എനിക്ക് സ്ത്രീകൾക്കുള്ള മാസമുറ വന്നിരിക്കുകയാണ്. മോൾ എഴുന്നേക്കണ്ട. അന്നത്തെ കാലം ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ മോൾക്ക് അങ്ങനെയാണെങ്കിൽ എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നു. അപ്പച്ചനങ്ങ് പോയി കഴിഞ്ഞാൽ അവൾ വിചാരിച്ചാൽ പിടിക്കുക. അപ്പച്ചനെ ഞാൻ കളിപ്പിച്ചു. അവളെ ഒളിച്ചു വെച്ചു. 1 മാസം കഴിയുന്നതിനകം, കൂടിപ്പോയ 2 ആഴ്ച 3 ആഴ്ച, നിങ്ങൾ എൻ്റെ ചോദ്യം ചോദിക്കരുത്, എൻ്റെ മറുപടിയില്ല. എടാ, ഇയാൾക്കറിയാൻ വയ്യായിരുന്നു അവൾ ഗർഭിണിയാണ്. എൻ്റെ ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യഹൂദന്മാരുടെ റാബിയെടുക്കെ ചോദിച്ചു. എനിക്ക് ഒരു റാബി, എനിക്കൊരു മെൻറ്ററായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, റാബി, ഐ വാണ്ട് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. അവള് ഈ ബിംബം ഒളിച്ചു വെച്ചതിന് എത്ര നാളുകൾക്കകമാണ് അവൾ മരിച്ചു പോയത്? അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 1 2 ആഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ച് വഴിയിൽ വെച്ച് യെരുശലേമിനെ അടുക്കുന്നതിന് അല്പം ദൂരെയുള്ളപ്പോൾ അവൾ പ്രസവിച്ചു, മരിച്ചു. ചിലപ്പോൾ മാസം തികയാതെ മരിച്ചതായിരിക്കാം. ഇനിയും പറയുന്നുണ്ട്, എങ്ങനെയാണ് അവൾ മരിച്ചത്? ശ്രദ്ധിച്ചു കേട്ടാട്ടെ. എവിടെയാണോ അവൾ ബിംബം ഒളിച്ചു വെച്ചത്, അതിലൂടെ മരണം അവളെ എത്തിപ്പിടിച്ചു. അബദ്ധം പറ്റരുത്. നമുക്കെല്ലാവർക്കും തെറ്റ് പറ്റാം. തെറ്റ് അംഗീകരിക്കുക, ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. അവൾക്ക് അവസരമായിരുന്നു. അപ്പച്ചാ, തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഞാനത് മോഷ്ടിച്ചു പോയി, അപ്പച്ചൻ എന്നോട് ക്ഷമിക്കും, അപ്പച്ചനെ കൈപിടിച്ചതിനെ വേണ്ടതായിരുന്നു. അവളത് ചെയ്തില്ല. ഞാൻ ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും മോഷ്ടിച്ച സാധനമുണ്ടോ? ഉണ്ടെങ്കിൽ തിരികെ കൊണ്ട് കൊടുക്കണം. ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ചെയ്യാത്തത് പറയത്തില്ല, ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വാങ്ങിച്ചോടെ കൊടുത്തിട്ടുണ്ട്. ആ ശ്രമവും പറയുന്നില്ല. മരണം അവളെ എത്തിപ്പിടിച്ചു. റാഹേലിൻ്റെ കല്ലറയ്ക്കൽ വെച്ച്, എവിടെ? പാപം മരിച്ച സ്ഥാനത്ത്. നമ്മുടെ ജീവിതത്തിനകത്തെ പാപങ്ങൾ മരിക്കട്ടെ. പാപം ചെയ്യുന്നതല്ല പാപം, പാപം മറച്ചു വയ്ക്കുന്നതാണ് യഥാർത്ഥ പാപം. യഹൂദന്മാരുടെ ഒരു പഴഞ്ചൊല്ല് പറയാം, വേണമെന്നവർ എഴുതിയെടുത്താട്ടെ. എഴുതുന്നവരധികം ഇല്ല, നിങ്ങൾക്കിതൊക്കെ അറിയാവുന്നത്, അവൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. Making a mistake is not a mistake, but not learning from a mistake is the mistake. Making a mistake is not a mistake, but not accepting the mistake is the real mistake. തെറ്റ് ചെയ്യുന്നതല്ല യഥാർത്ഥ തെറ്റ്, തെറ്റ് സമ്മതിക്കാത്തതാണ് യഥാർത്ഥ തെറ്റ്. തെറ്റ് ചെയ്യുന്നതല്ല യഥാർത്ഥ തെറ്റ്, തെറ്റിൽ നിന്നും പഠിക്കാത്തതാണ് യഥാർത്ഥ തെറ്റ്. തെറ്റ് ചുറ്റിയോ? ക്ഷമ ചോദിക്കുക.
റാഹേൽ മരിച്ച റാഹേലിൻ്റെ കല്ലറ നമ്മുടെ ജീവിതത്തിനകത്തെ പാപങ്ങൾ മരിക്കണം. ഞാൻ വർഷത്തിൽ 3 പ്രാവശ്യം ഉപവാസ പ്രാർത്ഥന എടുക്കും. നവംബർ മാസവും 2-ാം തീയതി മുതൽ 11-ാം തീയതി വരെ 10 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്തു. എന്തിനാണ്? കർത്താവേ, ജീവിതത്തിനകത്ത് ഒളിച്ചു കിടക്കുന്ന ഏതെങ്കിലും ബിംബങ്ങൾ ഞാൻ അറിയാതെ പണ്ട് ഒളിച്ചു വെച്ചത് എൻ്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ കാണിച്ചു തരണമേ. അതിനുവേണ്ടിയാണ്. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, എൻ്റെ ജീവിതം ശുദ്ധീകരിക്കുവാൻ. റാഹേൽ മരിക്കണം, നമ്മുടെ ജീവിതത്തിനകത്ത് റാഹേൽ മരിക്കണം. ഹല്ലേലൂയ. അവിടെ റാഹേലിൻ്റെ കല്ലറയ്ക്ക് വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിച്ച് പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. അവിടെ ചെല്ലുന്ന സമയം ഇതിൻ്റെ ജീവിതത്തിനകത്തെ പാപം മരിച്ചു കഴിയുമ്പോൾ 2 പേര് ശുഭ സന്ദേശവുമായിട്ട് വരും, ഗുഡ് ന്യൂസുമായിട്ട് വരും. എന്താണ്? ഒന്ന്, നിന്റെ കാണാതെ പോയത് കണ്ടുകിട്ടി, നിനക്ക് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടി. 2, നിന്റെ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നു, ഇപ്പം നിന്നെപ്പറ്റി വറീഡാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ 5 കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ശമൂവേലിൻ്റെ അനുഗ്രഹം 3. ഇവിടെ 2 കാര്യം. ബെന്യാമിൻ്റെ അതിരിങ്കൽ റാഹേലിൻ്റെ കല്ലറയ്ക്കടുക്കൽ ചെല്ലുമ്പോൾ 2 പേരെ കാണും, ഗുഡ് ന്യൂസുമായിട്ട് വരും. 3-ാമത്തെ വാക്യം, അവിടെ നിന്ന് മുമ്പോട്ട് ചെന്ന് നാം അവിടെ നിൽക്കരുത്. നമ്മൾ ഒരിക്കലും ആയിരിക്കുന്ന സ്ഥാനത്തായിരിക്കരുത്. പിന്നെയും ഉയരണം, പിന്നെയും മുമ്പോട്ട് പോകണം. ഇന്ന് രാവിലെ എൻ്റെ ഭാര്യ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിലും അതിനകത്ത് തൃപ്തി അടയരുത്. പോരാ, കുറച്ചുകൂടെ സമാധാനം. ഞങ്ങൾ 2004 ഞാൻ എൻ്റെ കസേര വേറൊരാൾക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ താമസം മാറിയത് അതിനടുക്കലുള്ള ഒരു പട്ടണത്തിലോട്ടാണ് മാറിയത്. എൻ്റെ സംഘടന എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു തന്നു. ആ ഫ്ലാറ്റിനകത്ത് ജീവിതകാലം മുഴുവൻ ജീവിക്കാം. എൻ്റെ മക്കൾക്ക് കിട്ടത്തില്ല, അത് സംഘടനയുടെ ആയിരിക്കും, സമ്മതിച്ചു. ഞാൻ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യയെ ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് വിട്ടു 2004 മലേഷ്യയിൽ. അവിടെ വിട്ടു കഴിഞ്ഞ് വെച്ച് ഞാൻ എൻ്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ പെറുക്കി വെക്കുകയാണ്, ഞാനും എൻ്റെ ഇളയ മകനും കൂടെ. അപ്പം ഞാൻ ഓരോന്നും വെക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടായിരിക്കണമേ, എൻ്റെ കർത്താവ് എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടായി, എൻ്റെ കർത്താവ്. എൻ്റെ മോൻ ചോദിച്ചു, ഡാഡി ഇങ്ങനെ പറയുന്നത് കേട്ടാ, ഈ വീട്ടിൽ സമാധാനമില്ലെന്ന് തോന്നുന്നു, ഈ വീട്ടിൽ സമാധാനമില്ല, എന്ത് ഡാഡി ഇങ്ങനെ എപ്പോഴും പറഞ്ഞു. പോരാ, സമാധാനം കിട്ടിയത് പോരാ. മാർട്ടിൻ ലൂഥർ ഇങ്ങനെ പറഞ്ഞു, എഴുതിയെടുക്കാം, മതി എന്ന് പറയുന്ന മനുഷ്യ, നീ മരിച്ചു കഴിഞ്ഞു. മതിയെന്ന് പറയരുത്, ഇനിയും വേണം. അത്യാർത്ഥിയല്ല ആഗ്രഹം, അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. നിങ്ങളും പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബ സമാധാനം പോരാ, എനിക്ക് കുറച്ചുകൂടെ വേണം. എൻ്റെ കയ്യിലുള്ള പണം പോരാ, കുറച്ചുകൂടെ നേരെയുള്ള പാതയിൽ എനിക്ക് കുറച്ചുകൂടെ രൂപ ഉണ്ടാക്കണം. നിങ്ങളുടെ കയ്യിൽ എത്രയും കൂടുതൽ രൂപ ഉണ്ടോ നിങ്ങൾക്ക് നല്ലതാ, നിങ്ങളുടെ മക്കൾക്ക് നല്ലതാ, പാവപ്പെട്ടവർക്ക് നല്ലതാ, ദൈവവേലയ്ക്ക് നല്ലതാണ്. അതുകൊണ്ട് ചോദിക്കുക കുറച്ചുകൂടെ. അതുകൊണ്ട് അവിടെ നമ്മൾ മുമ്പോട്ട് പോകണം, നമ്മുടെ സമാധാനത്തിൽ മുമ്പോട്ട് പോകണം, നമ്മുടെ ബൈബിൾ നോളജിൽ നാം മുമ്പോട്ട് പോകണം, നമ്മുടെ ആത്മീക കൃപാവരത്തിനകത്ത് നമ്മൾ മുമ്പോട്ട് പോകണം. നിങ്ങൾ അവിടുന്ന് മുമ്പോട്ട് പോകുന്ന സമയത്ത് താബോറിലെ കരുവേലകത്തിനരികെ എത്തുമ്പോൾ, താബോർ എന്നുള്ള വാക്ക് എവിടെയാണ് കാണുന്നത്? യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലാണ്. എഴുതാം, യോശുവ 19:22. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കുക. താബോർ എന്ന് പറയുന്നത് 3 ഗോത്രം, എൻ്റെ മുഖത്തോട്ട് നോക്കാം, 3 ഗോത്രങ്ങളുടെ അതിരാണ്. 1, 2, 3 ഇതിൻ്റെ നടുക്കുള്ള ഒരു സ്ഥലമാണ് താബോർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിനെല്ലാം ഒരു അതിരുണ്ടായിരിക്കണം, ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. എൻ്റെ മൊബൈലിനകത്ത് 2 അലാറം വെച്ചിട്ടുണ്ട്. 1 രാവിലെ 5 മണി, 2 5:50. 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്നു, അരമണിക്കൂർ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കാരണം? അന്യഭാഷ പറയുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോട് സംസാരിക്കുന്നു. അപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നത് നല്ല കാര്യമാണ്. ആ സംസാരിക്കുന്ന ആരും അറിയുന്നില്ല, പറയുന്നവരും അറിയുന്നില്ല. 3-ാമത്തെ കാര്യം, അവൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെത്താനെ ആത്മീയ വർധനവ് വരുത്തുന്നു. നിങ്ങൾ ഇവാഞ്ചലിക്കലുകാരാകാം, മർത്തോമക്കാരാകാം, യാക്കോബക്കാരാകാം, കത്തോലിക്കരാകാം, നിങ്ങൾ ആരായിരുന്നു, ബ്രദറുകാരാകാം, പെന്തിക്കോസുകാരാകാം, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. ചോദിച്ചു വാങ്ങിക്കുക ദൈവത്തോട്. ഇന്ന് ഞാൻ പല പെന്തിക്കോസ് സഭകളിലും ചെല്ലുമ്പോൾ അവർ അന്യഭാഷ പറയുന്നു എന്ന് അഭിമാനിക്കുന്നവരാണ്, സ്വത്രം. പക്ഷേ പകുതി ആളുകളും അന്യഭാഷ പറയുന്നില്ല. നിങ്ങൾ അന്യഭാഷ പറയണം, നിങ്ങൾക്ക് വേണ്ടി അന്യഭാഷ പറയണം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അന്യഭാഷ പറയണം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അന്യഭാഷ പറയണം, വടക്കേ ഇന്ത്യയിലെ മിഷണറിമാർക്ക് വേണ്ടി അന്യഭാഷ പറയണം. കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവരെവിടെയാണ്, എന്ത് സംഭവിക്കുന്നു അറിയത്തില്ല. പക്ഷെ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആത്മീക മർമ്മങ്ങളെ സംസാരിക്കുന്നു. കർത്താവേ, എൻ്റെ മകൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവൻ ഒറീസയിലാണല്ലോ കർത്താവേ, ഏതെങ്കിലും അപകടത്തിലാണോ? അപ്പോൾ ഞാൻ അവന് വേണ്ടി പക്ഷപാതം ചെയ്യുക. എനിക്കറിയാൻ വയ്യ അവൻ ഏതെങ്കിലും ദുർഘടത്തിലാണോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഇവിടെ പറയുകയാണ്, നിങ്ങൾ മുമ്പോട്ട് ചെല്ലുന്ന സമയത്ത്, ഒന്നുകൂടെ വായിക്കട്ടെ, അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത്
താബോർ നമ്മുടെ അതിരുണ്ടായിരിക്കണം, നമ്മുടെ ഡിസിപ്ലിൻ അതിരുണ്ടായിരിക്കണം, നമ്മുടെ ആഹാരത്തിന് അതിരുണ്ടായിരിക്കണം. അനേകം പേരും രോഗികളാകുന്നത് അവർക്ക് അതിരില്ലാതെ ആഹാരം കഴിച്ചിട്ടാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറും ഉണ്ടില്ല, ചപ്പാത്തിയും കഴിച്ചില്ല. കുറച്ചൊരു 3-4 കൂട്ടാൻ മാത്രമേ കൂട്ടിയുള്ളൂ. കാരണം എൻ്റെ അതിരതാണ്, എനിക്കറിയാം. എൻ്റെ അതിരെനിക്ക് നല്ലതുപോലെ അറിയാം. ബീഫ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ എടുത്തില്ല, ഉച്ചയ്ക്ക് എടുത്തില്ല. കാരണം എനിക്കറിയാം എൻ്റെ അതിര്. ചപ്പാത്തി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ എടുത്തില്ല. എനിക്കെൻ്റെ അതിരറിയാം. നിങ്ങൾക്കും നിങ്ങളുടെ ആഹാരത്തിൻ്റെ അതിരറിയണം. നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണം. നിങ്ങളുടെ ഉപദേശത്തിന് അതിരുണ്ടായിരിക്കണം. നിങ്ങളുടെ ഉപദേശത്തിന്, ഞാനിവിടെ പോയാലും എൻ്റെ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും, എല്ലാവരെയും ബഹുമാനിക്കുവാൻ കഴിയും. പക്ഷേ എൻ്റെ ഉപദേശത്തിന് അതിരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് അതിരുണ്ടായിരിക്കണം. നിങ്ങളുടെ ഡിസിപ്ലിന് അതിരുണ്ടായിരിക്കണം. നിങ്ങളുടെ ആഹാരത്തിന് അതിരുണ്ടായിരിക്കണം. നിങ്ങളുടെ ജീവിതചര്യയ്ക്ക് അതിരുണ്ടായിരിക്കണം. നിങ്ങളുടെ ഉപദേശത്തിന് അതിരുണ്ടായിരിക്കണം. സകലത്തിനും അതിരുണ്ടായിരിക്കണം. ഹല്ലേലൂയ. താബോറിലെ കരുവേലകത്തിലെത്തുമ്പോൾ 3 ഗോത്രങ്ങളുടെ അതിര്, അതാണ് അവിടുത്തെ വിഷയം. ഹല്ലേലൂയ. കരുവേലകത്തിനരികെ എത്തുമ്പോൾ പശ്ചാത്താപത്തെ കാണിക്കുന്നു. കരുവേലകം പശ്ചാത്താപത്തെ കാണിക്കുന്നു. പശ്ചാത്താപം, നമ്മൾ കൂടെ കൂടെ പശ്ചാത്തപിക്കണം. കർത്താവേ, ജീവിതത്തിനകത്ത് എന്തെങ്കിലും തകരാറുണ്ടായിട്ടുണ്ടോ? ഞാൻ ഏതെങ്കിലും പെൺകുട്ടിയോട് അനാവശ്യമായിട്ട് ഇടപെട്ട് പോയിട്ടുണ്ടോ? എന്നെങ്കിലും ആരുടെ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? കർത്താവേ, ഞാൻ ആരെയെങ്കിലും നിന്ദിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ രാവിലെ സ്തോത്രകാഴ്ച എടുക്കാൻ നേരം ഞാൻ ഒരാളുടെ ഒക്കെ പറഞ്ഞു, ഹലോ, മുമ്പ് പിന്നീടാണ് ഞാൻ ഓർത്ത അദ്ദേഹം ഒരു പാസ്റ്ററാണ്, ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ. പെട്ടെന്ന് ഞാൻ ക്ഷമ ചോദിച്ചു, അദ്ദേഹം കേട്ടോന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പശ്ചാത്താപം, കരുവേലകത്തിൻ്റെ അടുക്കൽ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടുംകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ 1 തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നതിനായി നിനക്ക് എതിരെ വരും. നിനക്ക് എതിർപെടുകയല്ല, എതിരെ വരും. എന്തൊക്കെയാണ് അവർ കൊണ്ടുവരുന്നത്? 3 ആട്ടുംകുട്ടി, രണ്ടാമത്തെ ആളിൻ്റെ 3 അപ്പം. അതിനകത്ത് ആ 3 അപ്പമുള്ള ഒരു മനുഷ്യൻ നിനക്ക് 2 അപ്പം തരും. 3 × 2 പോയാൽ എത്രയായി? 2 പറഞ്ഞ് 1 ഒരപ്പം. 1 തുരുത്തി വീഞ്ഞ, ഒരപ്പവും 1 തുരുത്തി വീഞ്ഞും കർത്തൃമേശയെ കാണിക്കുന്നു. ക്രിസ്തീയ സമൂഹങ്ങളിലെല്ലാം കർത്തൃമേശയുണ്ട്. സാൽവേഷൻ ആർമി ഒഴിച്ച ബാക്കി എല്ലായിടത്തും കർത്തൃമേശയുണ്ട്. എവരെവിടെ പോവുകയാണ്? ബേഥേലിലേക്ക് പോവുകയാണ്. ബേഥേൽ എന്തിനെ കാണിക്കുന്നു? ഹൗസ് ഓഫ് ഗോഡ്. ബേഥേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനം. അവരെ ആരാധിക്കാൻ പോവുകയാണ്. ഇനിയും പറയുന്നത് കേട്ടോ, എൻ്റെ സന്ദേശത്തിലേക്ക് വരികയാണ്. ഇതുവരെ സന്ദേശത്തിൽ വന്നിട്ടില്ല. നാം എല്ലാവരും ആരാധിക്കാൻ പോകുമ്പോൾ, കർത്തൃമേശ എടുക്കാൻ പോകുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളവിടെ കർത്തൃമേശയുണ്ട്. കഴിഞ്ഞ അങ്ങേ ആഴ്ച കർത്തൃമേശ ഉണ്ടായിരുന്നു. ഞാനത് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുകയല്ല, ഞാൻ എടുക്കാൻ നിൽക്കാം. ആ സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എവിടെയെങ്കിലും തകരാറുണ്ടോ? ഇതെടുക്കാൻ അയോഗ്യമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തത് ഓർമ്മയുണ്ടെങ്കിൽ കാണിച്ചെന്ന ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. ഈ സമയത്തെല്ലാം ആരാധിക്കാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ആട്ടിൻകുട്ടികൾ തലപൊക്കും. ഇവിടെ 3 ആട്ടിൻകുട്ടി തലപൊക്കുകയാണ്. അടുത്ത വിഷയം, പ്രധാനപ്പെട്ട വിഷയം, ആരാധിക്കാൻ പോകുമ്പോൾ നമ്മുടെ മുമ്പാകെ വരുന്ന 3 ആട്ടിൻകുട്ടി. ഒന്നാമത്തെ ആട്ടിൻകുട്ടി ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം. അവിടെയാണ് നമ്മൾ ആദ്യത്തെ ആട്ടിൻകുട്ടിയെ വേദപുസ്തകത്തിൽ കാണുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ആട്ടിൻകുട്ടി ചുമ്മാ ഇങ്ങനെ ഒന്ന് നോക്കിയതാണ്. ആട്ടിൻകുട്ടി നോക്കിയപ്പോഴാണ് 3 ആട്ടിൻകുട്ടി കണ്ടു ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്. അതിനിടയ്ക്ക് വേറെ ആട്ടിൻകുട്ടിയില്ല. ആടുണ്ട്, കോലാടുണ്ട്, ചെമ്മരിയാടുണ്ട്. പക്ഷേ ആട്ടിൻകുട്ടി 3 മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഉൽപ്പത്തി പുസ്തകത്തിൽ. ഒന്നാമത്തെ ആട്ടിൻകുട്ടി ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം. ഇസ്ഹാക്ക് വൃദ്ധനായി, കണ്ണ് കാണാൻ വയ്യ. ആ സമയത്ത് പ്രായം ഒത്തിരി ആയി കഴിയുമ്പോൾ കണ്ണൊക്കെ കാണാതാകും, നടക്കാനൊക്കെ പ്രയാസമായും. ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് മൂത്ത മോനെ വിളിച്ചു. അദ്ദേഹത്തിന് 2 ആൺമക്കളാണ്. ഈ മൂത്തവനോടാണ് കുറച്ചുകൂടെ സ്നേഹം. അതുകൊണ്ട് അനുഗ്രഹമെല്ലാം അവന് കൊടുക്കണമെന്നൊരാഗ്രഹം. വേദപുസ്തകത്തിൻ്റെ നിയമപ്രകാരം മൂത്ത മകന് ഇരട്ടി ഓഹരി കൊടുക്കണമെന്നാണ് നിയമം. നമ്മളെ മലയാളികളെ ഉള്ളു കൊടുക്കാതെ, നമ്മൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും. അവൻ പറഞ്ഞിരിക്കുന്നത് കാരണം അവൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതാണ്. അവനാണ് അധ്വാനിച്ചത്. അവനാണ് വെള്ളത്തൊക്കെ പോയി ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇളയത്തിങ്ങളെയൊക്കെ കെട്ടിച്ചവരൊക്കെ. അല്ലാത്തവനല്ല, കള്ളുപിടിച്ച് നടക്കുന്നവനൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ ഇരട്ടി ഓഹരി കൊടുക്കണം. അതുകൊണ്ട് അവനെ അനുഗ്രഹിക്കാൻ ഒരാഗ്രഹം. അവൻ മൂത്തവനെ വിളിച്ചുമ്പോൾ പറഞ്ഞു, അവൻ്റെ പേര് യേശാവ് എന്നാണ്. എടാ മോനെ, നീ വേട്ടക്കാരനാണല്ലോ, നീ നിൻ്റെ വേട്ടത്തിൻ്റെ കോപ്പുകൾ എടുത്തുകൊണ്ട് അതിൻ്റെ ആയുധങ്ങളും എടുത്തുകൊണ്ട് കവിണ ഒക്കെ നീ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് കാണുന്ന മൃഗത്തെ കൊണ്ടുവന്നിട്ട് കറി വെച്ച് എനിക്ക് തരണം. എന്നെ തൃപ്തനാക്കി കഴിയുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അപ്പൻ്റെ അനുഗ്രഹത്തിനുള്ള യോഗ്യത മനസ്സിലാക്കിയാട്ടെ അപ്പനെ തൃപ്തിപ്പെടുത്തുക.
സ്വർഗസ്ഥനായ അപ്പനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ, അനുഗ്രഹം വേണമെങ്കിൽ ആ അപ്പച്ചനെ തൃപ്തിപ്പെടുത്തണം. പി വർഗീസൻ 1000 രൂപ അയച്ചു കൊടുത്താൽ ദൈവം തൃപ്തിപ്പെടത്തില്ല. 1000 ട്രാക്ട് കൊടുത്താലും തൃപ്തിപ്പെടത്തില്ല. കൺവെൻഷൻ നടത്താനുള്ള മുഴുവൻ ചെലവ് കൊടുത്താലും തൃപ്തിപ്പെടത്തില്ല. പിന്നെ എങ്ങനെയാണ്? അവനെ ആരാധിച്ച് അവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ സന്നിധാനത്തിൽ ഇരുന്ന്, ഹല്ലേലൂയ, ആ സമയത്ത് ദൈവം പിതാവ് അനുഗ്രഹിക്കും. ഞാൻ 7 പ്രാവശ്യം യെരുശലേമിൽ പോയിട്ടുണ്ട്. പിൽഗ്രിമേജ് പോകുന്നൊന്നുമല്ല, പഠിപ്പിക്കാൻ പോകുന്നതാണ്. 3 പ്രാവശ്യം പോയത് പഠിക്കാൻ പോയതാണ്. പിന്നെ 4 പ്രാവശ്യം പോയത് ഇവിടുന്നുള്ള പോകുന്ന ആളുകളെ കൊണ്ടുപോയിട്ട് ഓരോന്നിൻ്റെ അർത്ഥം, സാധാരണ ഒരു ഗൈഡിന് പോലും അറിയാൻ വയ്യാത്ത പല ആത്മീയ അർത്ഥങ്ങളും ദൈവം എനിക്ക് കാണിച്ചെന്ന് അത് പഠിപ്പിക്കാൻ പോകുന്നതാണ്. ഞാനവിടെ ചെല്ലുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം എവിടെയെങ്കിലും യഹൂദന്മാരുടെ പ്രാർത്ഥന കാണിക്കാൻ കൊണ്ടുപോകും. വലിയ പ്രയാസം, അവരുടെ വീട്ടിൽ അവർ കയറ്റത്തില്ല. പക്ഷേ ഏതെങ്കിലും ഹോട്ടലുകളിൽ അവർ ബുക്ക് ചെയ്യാറുണ്ട്. ഒരു കുടുംബം അവിടെ, ഒരു കുടുംബം. അന്ന് വാസ്തവത്തിൽ യഹൂദന്മാരുടെ റെസ്റ്റോറൻറ്റുകളിൽ വേറെ ആരെയും കയറ്റത്തില്ല. എങ്കിലും എന്നെ കൊണ്ടുപോകുന്ന, ഞങ്ങളെ കൊണ്ടുപോകുന്ന അച്ചൻകുഞ്ഞ് ബ്രദറിന് കുറച്ചുകൂടെ അവിടെ പരിചയമുള്ളത് കൊണ്ട് അച്ചൻകൂര് എലന്തൂര് അവിടുന്ന് അനുവാദം വാങ്ങിച്ചിട്ട് ഞങ്ങളൊരു മൂലയ്ക്ക് പോയി നിൽക്കും. അങ്ങോട്ട് പോകാൻ പാടില്ല, അവരുടെ ആരാധന നടക്കാണ്. അവിടെ ഒരു കുടുംബം, ഇവിടെ ഒരു കുടുംബം, ഇവിടെ ഒരു കുടുംബം, 2-3 കുടുംബം കാണാം. എന്നിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ളവരെ കാണിക്കും, ശബ്ദം ഉണ്ടാക്കാതെ പറയും, നമ്മൾ കണ്ടാട്ടെ. അവരവിടെ ഇരിക്കുന്നു. വിചാരിച്ചാട്ട് 22 പേര് കാണും, മക്കളും കൊച്ചുമക്കളും 22 പേര് ഇരിക്കാം. ഒരു ഊഹം പറയാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പച്ചൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പച്ചൻ വേദപുസ്തകം വായിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും വേദപുസ്തകം മക്കളെ പഠിപ്പിക്കുന്നു. വല്ലപ്പോഴും അല്ല, പള്ളിയിലെ അച്ഛനല്ല, യഹൂദന്മാരുടെ റാബിയല്ല, അപ്പച്ചൻ പഠിപ്പിക്കുന്നു. കാണാം, മോശയുടെ പുസ്തകം എടുത്തു വെച്ച് തോറ എടുത്തു വെച്ചിട്ട് ആ തോറ വായിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ആ അപ്പച്ചൻ അപ്പം നുറുക്കി എല്ലാവർക്കും കൊടുക്കുന്നു, വീഞ്ഞെടുത്ത് കുടിക്കുന്നു. എന്നിട്ട് അപ്പൻ ഓരോ മക്കളുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. അപ്പൻ്റെ അനുഗ്രഹം, അപ്പൻ്റെ അനുഗ്രഹം. ഞാനൊരു ചെറുപ്പക്കാരനൊക്കെ ചോദിച്ചു, എല്ലാ വെള്ളിയാഴ്ചയും കിട്ടുമ്പം ഇതൊരു ട്രഡീഷനായിട്ട് തോന്നത്തില്ലയോ, ഇതൊരു ബോറടിയായിട്ട് തോന്നത്തില്ലയോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നോ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ പറയാം, വി ആർ ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ ദ ഫാദേഴ്സ് ബ്ലെസ്സിങ്. അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം കേട്ടോ. ഈ ക്രിസ്മസിന് അപ്പച്ചൻ്റെ ഒക്കെ പറഞ്ഞാട്ടെ, അമ്മച്ചിയുടെ പറഞ്ഞാട്ടെ, ഞങ്ങളുടെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചാട്ടെ അപ്പച്ച. ഡിസംബർ മാസം 31-ാം തീയതി വേറൊരു ദിവസം അപ്പച്ചൻ്റെ മുമ്പാകെ ചെന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞാട്ടെ, എൻ്റെ തലയിൽ കൈവച്ചെന്നെ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. അവർ മരിക്കുന്നതിന് മുമ്പേ ചെയ്യണം. അപ്പനും അമ്മയുടെയും പറയട്ടെ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. അവൻ പറഞ്ഞു, ഇസ്ഹാക്ക് പറഞ്ഞു, മോനെ എനിക്ക് ഇറച്ചി കൊണ്ട് തന്നാട്ടെ, ചപ്പാത്തി കൊണ്ട് തന്നാട്ടെ, പച്ചക്കറികൾ കൊണ്ട് തന്നാട്ടെ. അവർ കൂടുതൽ പച്ചക്കറി കഴിക്കുന്നു, തന്നാട്ടെ, എന്നിട്ട് ഞാൻ അനുഗ്രഹിക്കാം. ഇത് ഇസ്ഹാക്കിൻ്റെ ഭാര്യ റിബേക്ക കേട്ടു, ഒളിച്ചു നിന്ന് കേട്ടു. അവൾക്കിഷ്ടം ഇളയ മോനോടാണ്. ഇനിയും പറഞ്ഞു കേട്ടോ, ചിലപ്പോൾ ഒരു മോനോട് കൂടുതൽ സ്നേഹം വരാം, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പാടില്ല. ഞാൻ പിന്നീട് അത് പറയാം. അവൻ ഓടിച്ചെന്ന് ഇളയ മോൻ്റെ പറഞ്ഞു, യാക്കോബിൻ്റെ പറഞ്ഞു, മോനെ നിൻ്റെ അപ്പനുണ്ടല്ലോ അനുഗ്രഹം എല്ലാം അപ്പച്ചൻ്റെ അനുഗ്രഹം മൂത്തവന് കൊടുക്കാൻ പോകാറുണ്ട്. മോൻ ഒരു കാര്യം ചെയ്ത് പോയിട്ട് 2 ആട്ടിൻകുട്ടി, ആദ്യത്തെ ആട്ടിൻകുട്ടി എവിടെയാണ് വരുന്നത്? നമുക്കറിഞ്ഞൂടാ കോലാട്ടിൻകുട്ടിയാണോ ചെമ്മരിയാണാണോ. എന്തായാലും എനിക്കൊരു കാര്യം അറിയാം, ആട്ടിൻകുട്ടിക്കൊരു വാടയുണ്ട്. പറഞ്ഞു, മോനെ ഈ ആട്ടുകുട്ടിയെ കൊണ്ടുവരണം, എന്നിട്ട് നീ അതിനെ കൊന്നു തരണം, ഞാൻ അതിനെ കറി വെച്ച് തരാം. എന്നിട്ട് നീ അപ്പച്ചൻ്റെ ഒക്കെ ചെന്ന് പറയാം, നീ ചേട്ടനാന്ന് പറയണം. അപ്പച്ചൻ നിന്നെ മോന് പേടിയായി പറഞ്ഞു, അയ്യോ ഞാൻ ഈ ചതിവ് എങ്ങനെ കാണിക്കുന്നു? അപ്പച്ചന് മനസ്സിലാകും, അമ്മേൻ്റെ ചേട്ടൻ്റെ ദേഹം മുഴുവൻ ആടിൻ്റെ രോമം പോലെ മുഴുവൻ രോമം. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളവരില്ല. എന്നാൽ ഞാൻ കണ്ടുണ്ട്, പലസ്തീനിൽ 100,000 ആളുകളിൽ ഒരാൾക്ക് അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ രോമമായിരിക്കും അവരുടെ ഈ 2 വശത്തെയും ഈ പുരികം തമ്മിൽ പോലും കൂട്ടിവിട്ടും. അതുപോലെ രോമമാണ്, കഴുത്തിലെല്ലാം രോമമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞു, അങ്ങനെയുള്ള ഒരു കാര്യമില്ല മോനെ, അമ്മയ്ക്ക് ബുദ്ധിയുണ്ടായിരുന്നു, എൻ്റെ നാട്ടുകാരിയായിരുന്നിരിക്കണം. പറഞ്ഞു, നീ 2 ആട്ടുകുട്ടിയെ കൊണ്ടുപോകാം. അതിൻ്റെ തോലെടുത്ത് മോൻ്റെ കൈകളിൽ വെച്ചു, വേറൊരു തോലെടുത്ത് കഴുത്തിൽ വെച്ചു, ചേട്ടൻ്റെ കോട്ട് വിട്ടു കൊടുത്തു. പറഞ്ഞു, പോയാട്ടെ. അവിടെ ചെന്നു, വേഗത്തിൽ പോയെങ്കിലും ഒക്കത്തുള്ളൂ, 3 ആട്ടുംകുട്ടി അവതരിപ്പിക്കണം. പറഞ്ഞു മോനെ പറഞ്ഞു, അപ്പച്ച ആരായത്? ഞാൻ നിന്റെ മകൻ യേശാ. പറഞ്ഞു, എടാ നിന്റെ ശബ്ദം കേട്ടിട്ട് അനിയനാന്ന് തോന്നി അടുത്ത് വന്നേ. കൈക്ക് പിടിച്ചപ്പോൾ ചേട്ടൻ്റെ കൈ പുറത്ത്, അകത്ത് അനിയൻ്റെ കൈ. ചോദ്യം ചോദിക്കുക, നിങ്ങൾക്ക് എത്ര കൈയുണ്ട്? അകത്തും പുറത്തും 2 ഉണ്ടോ? ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ. വീട്ടിൽ ചെല്ലുമ്പം ഭാര്യയുടെ കർണക്കുറ്റിക്ക് ഒരടി, അകത്തൊരു കൈ പുറത്തൊരു കൈ. ഇവിടെ അല്ല, ചേറ്റുകുഴിയിൽ അങ്ങനെയുള്ള അപകടമില്ലെന്ന് എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിലുണ്ട്. കണക്കെഴുതുമ്പോൾ വേറൊരു കൈ.
ദശാംശം കൊടുക്കുമ്പോൾ വേറൊരു കൈ 10 കൊടുക്കണമെന്നാ നിയമം. പക്ഷെ തപ്പുക. എന്തുവാ തപ്പുന്നത്? 1 രൂപ ഉണ്ടോ തപ്പുക. എന്നിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിന് കണക്ക് നോക്കിക്കശ. എത്ര കൈകളുണ്ട്? അകത്തൊരു കൈ, പുറത്തൊരു കൈ. വാചകം 1, പറച്ചിലൊന്ന്. കരുത്തത്ര ഉണ്ട് 2. പുറത്തൊരു വാചകം, അകത്തൊരു വാചകം. ഭാര്യ എടുക്ക പറയുന്നു, കല്യാണത്തിന് നിന്നുകൊണ്ട് പറയുന്ന, ജീവിതകാലം മുഴുവൻ അവളെ സ്നേഹിക്കും, ഞാൻ തിന്നില്ലേലും അവളെ തിന്നാം, അല്ല തീറ്റാം, നേണ്ടൊക്കെ പറയും. ചെയ്യാനോ വല്ലോ വന്നോ ചുമ്മാ പറയുക. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവൾക്ക് തുണി വാങ്ങിച്ചു കൊടുക്കത്തില്ല. അവിടെ 10 രൂപ കൊടുക്കത്തില്ല. ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് ചില മഹാന്മാർ ആരാധനയ്ക്ക് ചർച്ചിനകത്തോട്ട് കയറാൻ നേരം ഭാര്യയുടെ 2 രൂപ എടുത്ത് കൊടുക്കുന്നു. വീട്ടിൽ വെച്ച് കൊടുത്താൽ അവൾ അതുകൊണ്ട് ഒളിച്ചോടുവോ? അല്ല, അവിടെ കയ്യിൽ 50 രൂപ കൊടുത്തിട്ട് എത്ര നാളായെന്ന് ചോദിക്കുകയാണ്. നിങ്ങളെന്താ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കാര്യം അല്ല പറഞ്ഞേ, ഞങ്ങളുടെ നാട്ടിലുള്ളവരുടെ കാര്യം പറയാണ്. എത്ര കൈകളുണ്ട്, എത്ര ശബ്ദമുണ്ട്. ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിശ്വസ്തനാണോ? ഞാൻ നിന്നോട് വിശ്വസ്തയായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിശ്വസ്തയാണോ? ഞാൻ ആരാധനയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ആരാധനയ്ക്ക് പോകുമോ? ഞാൻ മോഷ്ടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ മോഷ്ടിക്കുമോ? ചോദിക്കുകയാണ്. 2 കൈകൾ. അപ്പച്ചൻ കെട്ടിപ്പിടിച്ചു. മുഖത്ത് കോട്ടിൻ്റെ, അന്നത്തെ കാലത്ത് കോട്ടൊരാക്കൊരെണ്ണേ കാണത്തുള്ളൂ, കൂടിപ്പോയ 2. കുളിക്കുന്നത് വല്ലപ്പോഴുമാണ്. അപ്പം ഈ മനുഷ്യൻ്റെ കോട്ടെടുത്തിട്ട് കൊടുത്ത് അമ്മ ഇട്ട് കൊടുത്തതാണ്. അപ്പച്ചൻ മണപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോൻ്റെ വേർപ്പിൻ്റെ വാടയാണ്. നിനക്കെത്ര വാടയുണ്ട്? അഭിനയമാണോ നിൻ്റെ ജീവിതം? എൻ്റെ ജീവിതം. ഞാനൊരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട്. ഞാനവിടെയൊക്കെ സുവിശേഷം പറഞ്ഞു വെച്ച് ഞാൻ പറഞ്ഞു, പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ. പിന്നെ പോകുന്നുണ്ട്. വേദപുസ്തകം വായിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വേദപുസ്തകം വായിച്ചാണ്, കൊണ്ട് വായിച്ചാണ്. ഞാൻ പറഞ്ഞു വേദപുസ്തകം എടുത്ത് വന്നേ. അവരെല്ലാം എന്താ പോയിട്ട് പറയാ, എടീ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ചർച്ച്, ശനിയാഴ്ച വൈകുന്നേരം, എടീ വേദപുസ്തകം കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ ഈ മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നുണ്ടെന്ന്. നിൻ്റെ വേർപ്പിൻ്റെ വാട പാപത്തിൻ്റെതാണോ, ശാപത്തിൻ്റെതാണോ, കഷ്ടത്തിൻ്റെതാണോ? അനുഗ്രഹം കിട്ടി. തിരിച്ചു പോയി. ഈ അമ്മയെടുക്കെ പറഞ്ഞു, മോൻ പറഞ്ഞു, അമ്മേ ഞാൻ ചെന്നാൽ അപ്പൻ എന്നെ ശപിക്കും. അമ്മ പറഞ്ഞ ഒരു ഭോഷത്വത്തിൻ്റെ വാക്ക് കേട്ടാട്ടെ, അപ്പൻ ശപിച്ചാൽ ആ ശാപം എൻ്റെ മേൽ വരട്ടെ. വന്നു. അടുത്ത ദിവസം മോനെ പറഞ്ഞേക്കേണ്ടിരുന്നു, മോനെ ഓടിപ്പോടാ, നിന്റെ ചേട്ടൻ നിന്നെ കൊല്ലാൻ പോകുന്നു, ഓടിപ്പോയിക്കോ, ഇവിടുന്ന് പൊയ്ക്കോ. അമ്മ മരിക്കുന്നത് വരെ മകനെ കണ്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ആളുകൾ മരിക്കാൻ നേരം ഒരു മോൻ അവിടെ ഇല്ലെങ്കിൽ അവനെ തപ്പും. ബോംബെ പോയിരിക്കുന്ന മോൻ, സിംഗപ്പൂരിൽ പോയിരിക്കുന്ന മോൻ, ഗൾഫിലായിരിക്കുന്ന മോൻ, എൻ്റെ മോൻ അച്ഛൻ കുഞ്ഞ് വന്നു, എൻ്റെ മോള് റാഹേൽ വന്നു, മോള് വന്നു. നോക്ക്, ഈ അമ്മ നോക്കിക്കാണും, കണ്ടില്ല. എന്താ കാര്യം? മകന് കിട്ടേണ്ടിയ ശാപം പിടിച്ച് തലയിൽ വെച്ചാണ്. വേറൊരാൾക്ക് കിട്ടേണ്ട ശാപം പിടിച്ച് തലയിൽ വെക്കരുത്. നിന്റെ പാസ്റ്റർക്ക് കിട്ടേണ്ട ശാപം, നിന്റെ അപ്പന് കിട്ടേണ്ട ശാപം, നിന്റെ അമ്മയ്ക്ക് കിട്ടേണ്ട ശാപം, വേറൊരാൾക്ക് കിട്ടേണ്ട ശാപം പിടിച്ച് തലയിൽ വെക്കരുത്. ആ അമ്മ മകനെ കാണാതെ വേദനയോടെ മരിച്ചു. അവൻ പോയി. അവനെന്താ വിചാരിച്ചു? ഞാൻ അപ്പനെ കളിപ്പിച്ചു. അമ്മ പറഞ്ഞത് നന്നായി, എന്തായാലും ചേട്ടൻ്റെ അനുഗ്രഹം എല്ലാം എനിക്ക് കിട്ടിയോ? അല്ല, അവൻ നേരെ അമ്മാവിൻ്റെ അടുക്ക പോയി. അമ്മാവിൻ്റെ അടുക്ക ചെന്ന് കഴിഞ്ഞപ്പോൾ, ഇരുന്നോട്ടെ, ചിലപ്പോൾ ഇച്ചിരി ക്ഷീണിച്ചെന്ന് വരാം, വയസ്സ് 77 ആയി, അപ്പോൾ ക്ഷീണിക്കും കേട്ടോ, ഇരുന്നോട്ടെ. അനുവാദം മിണ്ടുന്നില്ല. ഇരുന്നോട്ടെ, ഇരിക്കത്തില്ല. ക്ഷീണിക്കുമ്പോൾ ഇരിക്കാം. വർഗീസിന് 77 വയസ്സായതേ ഉള്ളൂ, ക്ഷീണിക്കത്തില്ല. 98 ആവുമ്പോൾ ക്ഷീണിച്ചെന്ന് വരാം. അമ്മായിപ്പൻ്റെ വീട്ടിൽ ചെന്നു, അമ്മാവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അനിയത്തിയോട് ഇഷ്ടം. അമ്മാവൻ പറഞ്ഞ, അനിയത്തിയെ തരാൻ, നീ ഇവിടെ 7 വർഷം ജോലി ചെയ്താട്ടെ. ഇപ്പോഴും വടക്കേ ഇന്ത്യയിലൊക്കെ അങ്ങനെയുണ്ട്. 7 വർഷം ജോലി ചെയ്ത് എഴുമിച്ചെന്ന് അമ്മാവൻ്റെ ഒക്കെ പറഞ്ഞ, അമ്മാവാ പറഞ്ഞ പെണ്ണിനെ തന്നാട്ടെ, എൻ്റെ മണവാട്ടിയെ തന്നാട്ടെ. അമ്മാവൻ മിടുക്കനായിരുന്നു. അയാളെ പുറത്തേക്ക് ഒരു ടെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞ ആണ്ടാ, നിൻ്റെ ഭാര്യയുണ്ട്. ഗ്രാമക്കാരെ എല്ലാം വിളിച്ചു, എല്ലാവർക്കും സദ്യ കൊടുത്തു വെച്ച് പറഞ്ഞു, നോക്കി, ഇതാ എൻ്റെ മകളെ, രണ്ടാമത്തെ എൻ്റെ മകളെ, അവന് ഇഷ്ടമുള്ള മകളെ. അയാൾ കള്ളം പറഞ്ഞ് കാണത്തില്ല. ഒരു വാചകത്തിൽ കള്ളം പറയാതെ, സത്യം പറയാതെ, കള്ളം പറയാതെ, സത്യം പറയാതെ മരുമോനെ കളിപ്പിച്ചു. പറഞ്ഞു, അവനെ കൊടുക്കാൻ പോവാണടാ, നിൻ്റെ ഭാര്യ മണവാട്ടി നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നു, അങ്ങോട്ട് ചെന്നാട്ടെ. അവിടെ ഇരുട്ടായിരുന്നു. അമ്മാവൻ അതൊക്കെ നേരത്തെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ചെന്ന് ഭാര്യയുടെ കൂടെ കിടന്നു. നേരം നമ്മൾ നോക്കിയപ്പോഴാ പൂച്ചക്കണ്ണി പറഞ്ഞു, ഓടി വന്നു, അമ്മാവ എന്നോട് എന്താ ഇങ്ങനെ ചെയ്തത്? 7 വർഷത്തിന് മുമ്പ് നീ നിന്റെ അപ്പനെ കളിപ്പിച്ചു, ഇപ്പം
വേറൊരുത്തിയുടെ അപ്പൻ നിന്നെ കളിപ്പിച്ചു. എവിടെയാ തകരാർ? എവിടെങ്കിലുമൊക്കെ കൊള്ളുന്നുണ്ടോ? ഞാൻ പറഞ്ഞേ, നീ എന്നെങ്കിലും ആരെയെങ്കിലും കളിപ്പിച്ചാൽ ആ ആടിൻ്റെ വാട, അപ്പനെ കളിപ്പിച്ചത് ആടിൻ്റെ വാടയുടെ പുറകിലാണ്. അവന് കിട്ടി. അന്ന് അവിടെ സദ്യ ഉണ്ടായിരുന്നു. അന്ന് ആ വീട്ടിൽ ആടിനെ കൊന്നതാണ്. ആടിൻ്റെ വാട 7 വർഷം കഴിഞ്ഞപ്പോൾ അവന് പിൻപറ്റി. തീർന്നോ? ഇല്ല. യാക്കോബ് പറയുന്നു, അവൻ എന്നെ 10 പ്രാവശ്യം കളിപ്പിച്ചു, 10 പ്രാവശ്യം ആടിൻ്റെ വാട അവൻ്റെ പുറകെ വന്നു. തീർന്നോ? ഇല്ല. ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും കാണിച്ചു തരാം. എനിക്കിഷ്ടമില്ലാത്തൊരു സന്ദേശമാണിത്. കാരണം ശാപം, കഷ്ടം, നഷ്ടം ഒക്കെ പറയുന്നു. രണ്ടാമത്തെ ആട്ടിൻ്റെ ആള്. ഒന്നാമത്തെ ആട് ചതിച്ച വേറൊരാളിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുന്നവൻ. ഡിസീവിങ് സമ്മൺ. ആരെയെങ്കിലും ചതിച്ച്, അത് നിൻ്റെ ജ്യേഷ്ഠനാകാം, നിൻ്റെ അനുജനാകാം, നിൻ്റെ അമ്മായിയപ്പനാകാം, നിൻ്റെ അളിയനാകാം, നിൻ്റെ പാർട്ട്ണർഷിപ്പിനകത്ത് നിൻ്റെ പാർട്ട്ണറാകാം. വേറെ ആരെയെങ്കിലും ചതിച്ച് അവരുടെ എന്തെങ്കിലും സ്വന്തമാക്കിയാൽ ആ ആടിൻ്റെ വാട നീ ആരാധനയ്ക്ക് പോകുമ്പോൾ നിൻ്റെ മുമ്പാകെ വന്നു നിൽക്കും. 2 ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ വാക്യം. യാക്കോബ് യോസഫിനെ സ്നേഹിച്ചു. യോസഫ് 11ാമത്തെ മകനാണ്. അവനെ സ്നേഹിച്ചു. ഒരു ദിവസം ഒരു മൾട്ടി കളർ കോട്ട് കൊണ്ടുവന്ന് മകന് കൊടുത്തു. നമുക്കൊരാളിനോട് സ്നേഹം കൂടിയെന്ന് വരാം, പക്ഷേ ഒരിക്കലും അത് പുറത്ത് കാണിക്കരുത്. നിങ്ങൾക്ക് 2 മക്കളാണോ, 3 മക്കളാണോ, 4 മക്കളാണോ, ഒരാളിനോട് കൂടുതൽ സ്നേഹം തോന്നിയാൽ ആ സ്നേഹം പുറത്ത് കാണിക്കരുത്. മറ്റുള്ളവർക്ക് അസൂയുണ്ടാകും. ജോസഫിനൊരു മൾട്ടി കളർ കൊട്ടുണ്ട് കൊടുത്തു. അവനിങ്ങനെ ആട്ടിക്കൊണ്ട് പറഞ്ഞു, കണ്ടോ എൻ്റെ അപ്പച്ചൻ എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും തരാതെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നാണ്. അയാൾ ഒരു മണ്ടത്തരം കാണിച്ചു. കൊച്ചു ചെറുക്കനല്ലേ, മണ്ടത്തരം കാണിച്ചു. അവനും തനിക്ക് കിട്ടിയ പ്രത്യേക സ്ഥാനത്തെ ചേട്ടന്മാരുടെ കാണിച്ചു. അവരുടെ മനസ്സിനകത്ത് അസൂയുണ്ടായി. രണ്ടാമത്തെ ആട് അസൂയ. കുറച്ച് ദിവസം കഴിഞ്ഞ് വെച്ച് യോസഫ് വെളി വന്നു. രാവിലെ എഴുന്നേറ്റ് വന്നു. പറഞ്ഞ അച്ചായന്മാരെ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്തോ കണ്ടടാ? നിങ്ങൾ 10 പേരും എന്നെ തൊഴുന്നു. അവരുടെ അസൂയ കൂടി. പറയുന്നത് കേട്ടാട്ടെ, അസൂയ വളരും. അതുകൊണ്ട് അസൂയ ഉണ്ടാകുമ്പോഴേ അസൂയയുടെ കഴുത്ത് പിരിച്ച് കൊന്നുകളയണം. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? സോങ് ഓഫ് സോളമൻ ഉത്തമഗീതം 2:15 പറയുന്നുണ്ട്. മണവാട്ടി സഭ ഒരു വിശ്വാസി കർത്താവായ യേശുവിനോട് പറയുകയാണ്, പ്രാണനാഥ വന്നാലും ഇതാ നമ്മുടെ മുന്തിരിക്കുലകൾ പൂത്തിരിക്കുന്നു. അതിൻ്റെ പൂത്ത മണം വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ചെന്നായ്ക്കൾ, ലിറ്റിൽ ഫോക്സസ് ഇതാ കയറി വന്നിരിക്കുന്നു. എളുപ്പം വരണം. ഈ കൊച്ചു കുറുക്കന്മാരെ പിടിക്കണം, ചെന്നായി കുഞ്ഞുങ്ങളെ പിടിക്കണം. എന്താ ഇനി പറയുന്നത് കേട്ടിട്ട് വേഗത്തിൽ പോവുകയാണ്. അല്ലെങ്കിൽ ഈ ചെന്നായി വളരും. ടുമോറോ ഇറ്റ് വിൽ ഗ്രോ ആൻഡ് ഇറ്റ് വിൽ ഗ്രോ വെരി ബിഗ്. നിന്റെ അസൂയെ നീ കാൽപാദത്തിനകത്താക്കിയില്ല എങ്കിൽ ഇത് വളർന്നു നിനക്ക് നിന്റെ കൺട്രോളിനകത്ത് നിൽക്കാത്തതുപോലെ ആയിത്തീരും. അതുകൊണ്ട് എന്ത് വേണം? പ്രാണനാഥ യേശുവെ വന്നാട്ടെ. നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് അസൂയുണ്ടാവും. അസൂയില്ലാത്ത മനുഷ്യരാരുമില്ല. ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്കും അസൂയുണ്ടായിരുന്നു. എന്നാൽ ഇറ്റാർസി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഞാനവിടെ പോയി. പ്രസംഗിക്കാൻ പോയതല്ല, ഞാൻ പോയതാണ്. ഞാൻ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയിട്ട് 1 വർഷമേ ആയുള്ളൂ. ഹിന്ദി പോലും ചൊവ്വനറിയത്തില്ല. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്രസംഗിക്കാൻ വന്നിരുന്ന, കോട്ടയത്തു നിന്ന് വന്നിരുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു, നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമില്ലെങ്കിലും കണ്ട് സന്തോഷിക്കാനുള്ള യോഗം വേണം. അദ്ദേഹം ഒരിക്കലേ പറഞ്ഞുള്ളൂ, ഞാൻ 1000 പ്രാവശ്യം കേട്ടു, ഇപ്പോഴും കേൾക്കുകയാണ്. എനിക്ക് അനുഭവിക്കാൻ യോഗമില്ലെങ്കിലും, വേറൊരാളുടെ നല്ലൊരു വീട് കണ്ട് എനിക്ക് അനുഭവിക്കാൻ യോഗമില്ലെങ്കിലും, വേറൊരാളുടെ വലിയ കാറ് കണ്ട് എനിക്ക് അനുഭവിക്കാൻ യോഗമില്ല എങ്കിലും, അവരുടെ മക്കൾ 3 പേരും IAS-കാരായത്, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ ആരും 10ാം ക്ലാസ് പാസ്സായില്ലെങ്കിലും അത് കണ്ട് സന്തോഷിക്കാനെങ്കിലും എനിക്കൊരു യോഗം വേണം. എഴുതിയെടുത്താട്ടെ മനസ്സിനകത്തെങ്കിലും. അനുഭവിക്കാൻ യോഗമില്ലെങ്കിലും കണ്ട് സന്തോഷിക്കാൻ. വേറൊരാളുടെ സഭയിൽ 5000 പേര് സ്നാനപ്പെട്ടു, എൻ്റെ സഭയിൽ 50 പേരെ സ്നാനപ്പെട്ടുള്ളൂ. അത് കണ്ട് സന്തോഷിക്കാൻ ഇടയായി തരണം. വേറൊരാൾ വിശാലമായിട്ട് പുരയിടം വാങ്ങിച്ചു, അത് കണ്ട് സന്തോഷിക്കാനുള്ള യോഗം ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് അവർക്ക് അസൂയ വർദ്ധിച്ചു. വേറൊരു ദിവസം ജോസഫ് വന്നിട്ട്, അച്ചായ ഞങ്ങൾ വേറൊരു സ്വപ്നം കൂടെ കണ്ടു. ഞാൻ എന്തോ കണ്ടു? അപ്പച്ചനും അമ്മച്ചിയും കൂടെ എന്നെ തൊഴുന്നു. അവരുടെ അസൂയ വർദ്ധിച്ചു. അവർ പ്രാർത്ഥിച്ച് കാണും. ഞാനിങ്ങനെ ഭാവന കാണുക, നല്ലവനായ ദൈവമേ, അവൻ്റെ അഹങ്കാരം കൂടി വരുന്നുണ്ടല്ലോ, അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരവസരം തരണമേ. പറയുന്നത് കേട്ടാട്ടെ. ഒരു ദിവസം അവർ ആടിനെത്തിയിട്ട് മരുഭൂമിയിലെത്തി. അന്നേരം നാണ്ട്ര വരുന്നു സ്വപ്നക്കാരൻ. അവർ പറഞ്ഞു, നോക്കിയേ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കുന്നു. ഇനിയും പറയുന്നത് എഴുതിയെടുത്താട്ടെ.
നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതെല്ലാം ദൈവത്തിൽ നിന്നാകണമെന്നില്ല. അവരുടെ മറുപടി വന്നു, വരുന്ന സ്വപ്നക്കാരൻ. അവർ പറഞ്ഞു, ഇതാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വപ്നക്കാരൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ദൈവത്തിൽ നിന്നായിരുന്നില്ല. അവൻ വന്നു വേഗത്തിൽ പോയേക്കത്തുള്ളൂ. അവനെ പിടിച്ചിട്ട് ഒരു പൊട്ടക്കിണറ്റിലിട്ടു. ഗൾഫിൽ ജോലി ചെയ്തവരൊക്കെ ചോദിക്കണം, എവിടെയെങ്കിലും കിണർ കാണാൻ പോയിട്ടുണ്ടോ? പഴയ കാലത്ത് ഞാൻ പോയിട്ടുണ്ട്. എന്തുമാത്രം ആഴമുണ്ടെന്നറിയാം. 100 അടിയിൽ അധികം ആഴമുണ്ട്. മരുഭൂമിയാണ്, വെള്ളം കിട്ടത്തില്ല. അത്രയുമുള്ളൊരു പൊട്ടക്കിണറ്റിനകത്തോട്ട് അവനെ അങ്ങ് ഇട്ടു എന്ന്. അപ്പോഴവൻ്റെ തല മുറിഞ്ഞു കാണും, കാല് മുറിഞ്ഞു കാണും, തൊലി അവിടെ ഇവിടെയൊക്കെ പോയി കാണും. അവസാനം അവിടുന്ന് വലിച്ചു കയറ്റി. എന്നിട്ട് അവനെ വിറ്റു. ആരെങ്കിലും പറയാമോ? സുവിശേഷ വിലക്കാരല്ലാതെ ആരെങ്കിലും പറയാമെങ്കിൽ, ശരിയായിട്ടുള്ള മറുപടി പറയാമെങ്കിൽ എൻ്റെ പേന തരുന്നതായിരിക്കും. വലിയ വില കൂടിയ പേനയാണ്. 2500 ഇതിൻ്റെ വില. കണ്ട വില കുറഞ്ഞാണെന്ന് തോന്നുന്നു. 2500 ഇതിൻ്റെ വില. എത്ര രൂപയ്ക്കാണ്, എത്ര വെള്ളി നാണയത്തിനാണ് ജോസഫിനെ സഹോദരന്മാർ വിറ്റത്? ആരെങ്കിലും മറുപടി? ആരാ പറഞ്ഞു 20? ഒരടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 30 അല്ലയോ? അല്ല, രാവിലെയും സിസ്റ്ററിനാണോ പേന കിട്ടിയേ? ആണോ? വേറെ കൊടുക്കട്ടെ. വേറെ ആരാ പറഞ്ഞു 20? എന്നാ പിടിച്ചോ നോക്കട്ടെ. തെന്തുൽക്കറിനെ പോലെ പിടിക്കണം. ദൈവമേ, തെന്തുൽക്കറിൻ്റെ കയ്യിൽ നിന്നും പേന ബാള് താഴെ വീണിട്ടുണ്ട്. 20 വെള്ളിക്കാശ്. എൻ്റെ പ്രസംഗമെല്ലാം അർത്ഥം വെച്ചതാണ്. വജ്രക്കല്ലുകൾ പോലെ അർത്ഥം വെച്ചാണ്. കേട്ടാട്ടെ, അടുത്ത പോയിന്റ്. അവർ വീട്ടിൽ പോവാണ്. അനിയനെ വിറ്റു. ചോര ഒലിപ്പിക്കുന്ന അനിയനെ വിറ്റു. അവർ സന്തോഷത്തോടെ വീട്ടിലോട്ട് പോവാണ്. അനുജൻ്റെ മൾട്ടി കളർ കോട്ട് ഊരിക്കൊണ്ട് പോവുകയാണ്. ഓരോരുത്തരുടെയും പോക്കറ്റിനകത്ത് 2 വെള്ളിക്കാശ് കൂടി. അനുജൻ്റെ കണ്ണുനീരിൻ്റെ നിലവിളിയുടെ 2 രൂപ. നിങ്ങളുടെ ബാങ്കിലും ഉണ്ടോ അനുജൻ്റെ നിലവിളിയുടെ പൈസ? ഗൾഫിൽ നിന്നും പെങ്ങൾ അയച്ചു തന്ന രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അവിടെ നിന്നും അനിയൻ ജ്യേഷ്ഠൻ അപ്പൻ അയച്ചു തന്ന സ്വത്ത് നിങ്ങളുടെ പേരിലെ കള്ളക്കണക്കിലാക്കിയോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ സമ്പാദ്യത്തിൽ വേറൊരാളുടെ കണ്ണുനീര് വരാൻ പാടില്ല. എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് 1,00,000-ലധികം അഡ്രസ്സുകളുണ്ട്. ഒന്നൊന്നുമല്ല, പല ലക്ഷക്കണക്കിന് അഡ്രസ്സുകളുണ്ട്. ഒരെണ്ണം പോലും ഒരാളിൻ്റെ മോഷ്ടിച്ചതില്ല. ഒന്ന് പഠിച്ചാണ്. അവർ 2 വെള്ളിക്കാശുമായിട്ട് ധനവാരായിട്ട് വീട്ടിൽ പോയി. പോകുന്ന വഴിയിൽ വിചാരിച്ചു, ഈ കോട്ടെന്ത് വേണം. അവരത് പിച്ചിക്കേറി. ഇനി പറയുന്നത് കേട്ടാട്ടെ, വേറൊരു സ്വപ്നക്കാരൻ്റെ സ്വപ്നത്തെ കിണറ്റിനകത്ത് പൊട്ടക്കിണറ്റിലിടാൻ പാടില്ല. വേറൊരു സ്വപ്നക്കാരൻ്റെ സ്വപ്നത്തെ അടിമയായിട്ട് വിൽക്കാൻ പാടില്ല. അവൻ്റെ സ്വപ്നത്തെ വലിച്ചു കീറാൻ പാടില്ല. കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന വേലക്കാരിയുടെ മകൾക്കായിരിക്കും ഒരാഗ്രഹം, എനിക്ക് MBBS കാരിയായി തീരണം. നിങ്ങളുടെ വീട്ടിൽ വറവ് കീറാൻ വരുന്ന മനുഷ്യൻ്റെ, അല്ലെങ്കിൽ വേലക്ക പെറുക്കാൻ വരുന്ന മനുഷ്യൻ്റെ സ്വപ്നമായിരിക്കാം, എൻ്റെ മോനെ എനിക്ക് IAS കാരനാക്കി തീർക്കണം. അവൻ്റെയൊക്കെ പറയാം, നീ വേറെ ഇത്രയും വലിയ സ്വപ്നമൊന്നും കാണണ്ട, ചെറിയ സ്വപ്നം മതി. ഇല്ല, അവൻ്റെ സ്വപ്നത്തെ പ്രോത്സാഹിപ്പിക്കുക. അവർ വലിച്ചു കയറി, സ്വപ്നക്കാരൻ്റെ സ്വപ്നത്തെ വലിച്ചു കയറി. ഒരാട്ടിനെ കൊന്ന്, 2ാമത്തെ ആട്ടിൻകുട്ടി അതിനെ കൊന്ന് അതിൻ്റെ ചോരയ്ക്കകത്ത് മുക്കി. വെറുത്തിൻ്റെ സ്വപ്നത്തെ രക്തത്തിൽ മുക്കരുത്. വെറുത്തിൻ്റെ സ്വപ്നത്തെ അതിൻ്റെ നിറം മാറ്റി എടുക്കരുത്. വീട്ടിൽ ചെന്നു അപ്പച്ചൻ്റെ ഒക്കെ ചോദിച്ചു, അപ്പച്ച, യാക്കോബിൻ്റെ ചെന്നമ്മ ചോദിച്ചു, അപ്പച്ച, ഈ കോട്ട് നോക്കി വഴി കിടന്നു, ഏതാണ്ട് വന്യമൃഗങ്ങൾ കടിച്ചു കയറിയതാണെന്ന് തോന്നുന്നത്. അപ്പച്ചൻ്റെ മോനെയാണ് പറയുന്നത് കേട്ടാട്ടെ. അപ്പച്ചൻ 2ാമതും ഒരാട്ടിൻകുട്ടിയെ മണത്തു. പണ്ട് സ്വന്തം അപ്പൻ കബളിപ്പിച്ചത്. ഇതാ ആട്ടിൻകുട്ടിയുടെ മണം അവനെ പിൻപറ്റുന്നു. നീ ഒരു പെൺകുട്ടിയെ, വേറൊരു പുരുഷനെ, നിന്റെ അപ്പനെ, നിന്റെ അമ്മായിയപ്പനെ, വേറൊരു ദൈവദാസനെ കണ്ണുനീര് കുടിപ്പിച്ചാൽ, ബാക്കി ഞാൻ പറയുന്നില്ല, ശാപത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മുന്നറിയിപ്പ് തരികയാണ്. ആടിൻ്റെ വാട നിന്റെ പിന്നാലെ കൂടെ. അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്ന് 10 പ്രാവശ്യം കിട്ടി. ഇതാ സ്വന്തം മകൻ്റെ ആടിൻ്റെ വാട. എൻ്റെ ഭാര്യയുടെയാ കേട്ടോ. അതുകൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കുക. വീട്ടിൽ ചെന്ന് പറയരുത്, കണ്ടോ അയാൾ ആരാണ്ടോടെ എടുത്ത് ചുമ്മാ കൊടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ചതിക്കല്ലേ. വീഡിയോ ക്ലിപ്പിംഗ് എടുത്തിട്ട് വാട്സപ്പിനകത്തെങ്ങും കയറ്റിക്കളയരുത്. എനിക്ക് മലയാളികളെ പേടിയാ, സത്യം പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത് വേറൊരുത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുന്ന ആടിൻ്റെ വാട. 2ാമത് അസൂയയുടെ ആടിൻ്റെ വാട. 3ാമത്തേത് ഉൽപ്പത്തി പുസ്തകം 38-ന്റെ 1-ാമത്തെ വാക്യം. വായിച്ചേ ഒക്കത്തുള്ളൂ, ഞാൻ വായിക്കാം.
ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഇതിനിടയ്ക്കെങ്ങും വേറെ ആട് വരുന്നില്ല. എന്നെ ചിന്തിപ്പിച്ചത് അവിടെയാണ്. ദൈവം പർപ്പസായിട്ട് മനഃപൂർവ്വം ഈ 3 ആടുകളെ മാത്രം അവിടെ കൊണ്ടുവച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെയും നിങ്ങളെയും ഒരു പാഠം പഠിപ്പിക്കാനായിട്ട്. 38-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അക്കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്നു പേരുള്ള ഒരു അതുല്യാമിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ശുവ എന്നു പേരുള്ള ഒരു കനാന്യൻ്റെ മകളെ കണ്ടു. അവളെ പരിഗ്രഹിച്ചു. അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവന് ഏർ എന്ന് പേരിട്ടു. നീണ്ട ഒരു കഥയാണ്, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. യഹൂദ ആരാണ്? യാക്കോബിൻ്റെ 4-ാമത്തെ മകനാണ്. മൂത്തവന് കിട്ടേണ്ട അനുഗ്രഹം അവനെ തെറ്റിമാറി 4-ാമത്തെ മടിയിൽ വന്നു വീണു. ഇനിയും പറയുന്നൊരു കൊട്ടേഷൻ കേട്ടാണ്. അനുഗ്രഹം ചിലരെ തെറ്റിയൊഴിഞ്ഞ് വേറൊരുത്തൻ്റെ മടിയിൽ ചെന്ന് വീഴും. ഒന്നുകൂടെ പറയട്ടെ. അനുഗ്രഹം ചിലരെ തെറ്റിയൊഴിഞ്ഞ് വേറൊരുത്തൻ്റെ മടിയിൽ ചെന്ന് വീഴും. യഹൂദായ്ക്ക് കിട്ടാൻ കാണില്ല. 2-ാമത്തവനെ കിട്ടേണ്ടിയ, 3-ാമത്തവൻ, 4-ാമത്തവന് കിട്ടി. പക്ഷെ അവനും ഒരു മണ്ടത്തരം കാണിച്ചു. എന്താണ്? സഹോദരന്മാരെ വിട്ടു, കൂട്ടായ്മ വിട്ടു. നിങ്ങൾ കൂട്ടായ്മ വിടരുത്. ഞാൻ ചിലരെയൊക്കെ കാണുമ്പോൾ ചോദിക്കും, ഇപ്പോൾ എവിടെ ആരാധിക്കും? ഓ, ഞാൻ എങ്ങും പോകുന്നില്ല, എവിടെ പോയാലും എല്ലാം കള്ളന്മാരാ. അതിനെന്താ? അവിടെ കുറേ കള്ളന്മാരുണ്ട്. ഒരു കള്ളനൂടെ ചെന്നാലും കുഴപ്പമൊന്നുമില്ല, ചെന്നാട്ടെ അല്ലേ? പറയിപ്പോൾ വീട്ടിൽ ഇരുന്ന് ആരാധിക്കും. തെറ്റ്. യഹൂദ കാണിച്ച തെറ്റ്. അനുഗ്രഹം കിട്ടും. രാജാക്കന്മാർ അവിടെ നിന്നാണ് പുറപ്പെടേണ്ടത്. പക്ഷെ അവനും കാണിച്ചു ഒരു അബദ്ധം. സഹോദരന്മാരെ വിട്ടു. അവൻ ഒറ്റയ്ക്ക് എന്ന് അന്യജാതിക്കാരുമായിട്ട് കൂട്ടായ്മ കൂടി. ഞാനീ പറഞ്ഞത് നമ്മുടെ അന്യജാതിക്കാരും നമ്മുടെ സ്നേഹിതരാകരുതെന്നല്ല. നിന്റെ ആത്മീയ സുഹൃത്ത്, ആത്മീയ കാര്യത്തിനകത്ത് നിനക്ക് ഉപദേശം തരുന്നത് നിന്റെ സഹോദരന്മാരായിരിക്കണം. അവൻ സഹോദരന്മാരെ വിട്ടു. അന്യദേശത്ത് ചെന്നു. ഒരു അതുല്യാമിനെ കൂട്ടുകാരനായിട്ട് പിടിച്ചു. അവിടുന്ന് ഒരു പെണ്ണിനെ കെട്ടി. അവനെ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നു. അവന് 3 മക്കളുണ്ടായി. മൂത്തവനും ഒരു അന്യജാതിക്കാരിയെ കെട്ടി. അപ്പൻ കാണിച്ചാൽ മോനും കാണിക്കും. അപ്പൻ സിഗരറ്റ് വലിച്ചാൽ മോൻ കഞ്ചാവ് അടിക്കും. അപ്പൻ കറണ്ട് മോഷ്ടിച്ചാൽ മോൻ ബാങ്ക് മോഷ്ടിക്കും. അപ്പൻ ഭാര്യയെ അടിച്ചാൽ മോൻ ഭാര്യയെ വെട്ടിക്കൊല്ലും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അപ്പുറത്ത് നിങ്ങളുടെ മക്കൾ കാണിക്കും. ഈ അപ്പൻ കാണിച്ച അതേ മടയത്തരം മോനും കാണിച്ചു. മൂത്തവൻ മരിച്ചു. 2-ാമത്തവൻ മരിച്ചു. വേഗത്തിൽ പോയേക്കത്തുള്ളൂ. അന്നത്തെ ആ കാലത്ത് അവരുടെ സിസ്റ്റം, യഹൂദന്മാരുടെ സിസ്റ്റം ഇങ്ങനെയാണ്. കൾച്ചർ. ഒരു പുരുഷൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ അനുജൻ ആ ചേട്ടത്തിയെ കല്യാണം കഴിക്കണം. നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ ജ്യേഷ്ഠത്തി നമ്മുടെ അമ്മയ്ക്ക് തുല്യമായിരിക്കണം. പക്ഷേ അതുകൊണ്ട് യഹൂദ പറഞ്ഞു. യഹൂദ ഒരബദ്ധം കാണിച്ചാൽ പിന്നെ അബദ്ധം കാണിച്ചു അല്ലേ? 1 കൂട്ടായ്മ വിട്ടു. 2 അന്യജാതിക്കാരനെ ഉറ്റ സുഹൃത്തായിട്ട് സ്വീകരിച്ചു. 3 വിധത്തിലുള്ള സുഹൃത്തുക്കളുണ്ട്, എഴുതിയെടുക്കാം. 1 പരിചയം, അക്വിൻറ്റൻസ്, പരിചയം. 2 സ്നേഹിതന്മാർ. 3 ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്. നിന്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, ആത്മീക സുഹൃത്ത് എന്ന് പറയുന്നത് ആത്മീകനായിരിക്കണം. വെറുതെ സഭയിൽ വരുന്ന ഒരു വ്യക്തിയല്ല, ആത്മീകനായിരിക്കണം. 100% ആത്മീകനായിരിക്കണം. എൻ്റെ ഓഫീസ് മേളിൽ താഴെയാണ് എൻ്റെ ഭാര്യയും മക്കളും താമസിക്കുന്നത്, ഞാനും താമസിക്കുന്നത്. ചിലരെൻ്റെ ഓഫീസിൽ വന്നു കഴിയുമ്പോൾ പറയുന്നു പ്രാർത്ഥിക്കണം, ഏതെങ്കിലും ഒരു കാര്യം കാണും, ഞാൻ പ്രാർത്ഥിക്കാം. ദൈവദാസനായിരിക്കും. എന്നിട്ട് പറയും അമ്മാമ്മ എന്തിയെ? അമ്മാമ്മ വീട്ടിലുണ്ട്, ഒന്ന് കാണണമേ. ആ മനുഷ്യൻ തികഞ്ഞ ആത്മീകനല്ല എങ്കിൽ, ഞാൻ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറയുകയല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം വിശുദ്ധി ഉള്ളതല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോകത്തില്ല. പിണങ്ങുന്നെങ്കിൽ പിണങ്ങിക്കോട്ടെ, വീട്ടിൽ കൊണ്ടുപോകത്തില്ല. നിങ്ങളുടെ ആത്മീക സുഹൃത്ത് ഒരു ആത്മീകനായ മനുഷ്യനായിരിക്കണം. ഉപദേശത്തിനകത്തല്ല, ജീവിതത്തിൽ. അതുകൊണ്ട് ഈ മനുഷ്യൻ 2-ാം മകൾ വരിച്ചു കഴിഞ്ഞപ്പം ആ മരുമോടൊക്കെ പറഞ്ഞു, അവിടെ വരെ താമാർന്നാണ്, മോളെ നീ വീട്ടിൽ പോ. എൻ്റെ ഈ 3-ാമത്തെ മോൻ പ്രായപൂർത്തിയായിട്ടില്ല. അവൻ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, വിവാഹം നടത്തിത്തരാൻ നിനക്കൂടെ താമസിക്കാം. അവൾ വീട്ടിൽ പോയി. അവൾ നല്ല പെണ്ണായിരുന്നു. താമാർ നല്ല പെണ്ണായിരുന്നു. ഒരബദ്ധം കാണിച്ചോ നമുക്ക് കാണാം, പക്ഷെ അവൾ നല്ല പെണ്ണായിരുന്നു. അവൾ വിധവ വസ്ത്രം മാറ്റിയില്ല. അവൾ വിധവ വസ്ത്രം ധരിച്ചിരിക്കും. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്ത് നോക്കി എന്താണ് വിധവ വസ്ത്രം എന്ന് അറിഞ്ഞുകൂടാ. വെള്ളവസ്ത്രമായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഏതോ വസ്ത്രം ധരിച്ചിരിക്കുക. കാരണം കാണുന്നവരൊക്കെ അറിഞ്ഞോണം, ഞാനൊരു വിധവയാണ്, എനിക്ക് കല്യാണം നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, അനുജൻ എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. പ്രായം നാളുകളോ കുറേ കഴിഞ്ഞ് അവൾ എണ്ണി ഇരിക്കുകയാണ്. 1, 2, 3, 4, 5. എടാ മൂത്തവനിപ്പം 30 വയസ്സായല്ലോ, ഇളയവനിപ്പം 30 വയസ്സായല്ലോ. അപ്പച്ചൻ വിളിക്കുന്നില്ല. അവൾക്ക് മനസ്സിലായി അവളെ കളിപ്പിച്ചതാണ്. അവൾക്കൊരാഗ്രഹം ഈ കുടുംബത്തിനകത്ത് എങ്ങനെയെങ്കിലും ചെന്ന് കയറണം. കാരണം അവിടെ ആയിരിക്കുന്ന സമയത്ത് യഹൂദയിൽ നിന്ന് കേട്ടതാണ്, യഹൂദയുടെ ഭാര്യയിൽ നിന്ന് കേട്ടതാണ്. എന്താണ്? ഈ കുടുംബത്തിനകത്താണ് അനുഗ്രഹം.
യാക്കോബ് അനുഗ്രഹിച്ച അനുഗ്രഹം യവനാണ് കിട്ടേണ്ടത്. ഈ കുടുംബത്തിലാണ് രാജാക്കന്മാരുണ്ടാകേണ്ടത്. അവൾക്കൊരാഗ്രഹം, ഈ കുടുംബത്തിനകത്ത് എനിക്ക് ചെന്ന് കയറണം, ഏതെങ്കിലും വിധത്തിൽ ഒരത്യാഗ്രഹം. അവൾ കാണിച്ച മാർഗം തെറ്റാണ്. ആഗ്രഹം കൊള്ളാം. അവൾ അറിഞ്ഞു ഈ മനുഷ്യൻ്റെ അമ്മായിയപ്പൻ്റെ ഭാര്യ മരിച്ചിട്ട് കുറേ നാളുകളായി, 2, 3, 4, 5 എനിക്ക് അറിഞ്ഞുകൂടാ, വർഷങ്ങൾ കുറേ ആയി കാണും, മാസങ്ങൾ കുറേ ആയി കാണും. അപ്പോൾ അവൾ അറിഞ്ഞു ഒരു ദിവസം ഇയാൾ ആടിൻ്റെ രോമം കത്തിരിക്കാനായിട്ട് ഇതുവഴി പോകുന്നുണ്ട്, അടുത്ത റോഡിൽ കൂടെ പോകുന്നുണ്ട്. അവൾ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ അപ്പൻ്റെ കുടുംബത്തിനകത്ത് എന്ന് കാരണം ആ കുടുംബത്തിൽ നിന്നും ഒരു സന്താനത്തെ എനിക്ക് നേടിയെടുക്കണം, രാജാക്കന്മാരുടെ കുടുംബം. അവൾ എന്ത് ചെയ്തു? ഒരു വേശ്യയുടെ വസ്ത്രം ധരിച്ചു. ഞാൻ അന്വേഷിച്ചു വേശ്യയുടെ വസ്ത്രം എന്താണ്, കണ്ടുപിടിച്ചില്ല. വേശ്യയുടെ വസ്ത്രം എടുത്തു ധരിച്ചു. അവൾ ചെന്ന് വഴിയരികെ ഇരുന്നു. ഇതുവഴി പോകുമെന്നറിയാം. അവളോട് ചെന്നൊരു കല്ലുമൊക്കെ ഇട്ട് അവിടെ ഇരിക്കുകയാണ്. ആദ്യം ആരാണ്ട് വന്നു, അയാളല്ല, അവരുടെ ഫോട്ടോ. അന്നേരം മുഖമൊക്കെ ഇടും. വേശ്യകൾ മുഖമൊക്കെ മറച്ചാണ് ഇരിക്കുന്നത്. രണ്ടാമതൊരാളും വരുന്നു, അന്നേരം നേരെ ഇരുന്നു. മൂന്നാമത് ഒരാൾ വന്നു, അന്നേരവും നേരെ ഇരുന്നു. നാലാമതൊരാൾ അമ്മായിപ്പം വരുന്നു, യഹൂദ വരുന്നു. അവൻ്റെ കൂട്ടുകാരനും അന്യജാതിക്കാരനായ അനാത്മികനായ കൂട്ടുകാരനുണ്ട്. ഇതാണ് മൊക്ക, മൊക്ക. ഇതാണ് അവസരം. അവൾ ആ വേശ്യാവസ്ത്രം എടുത്ത് തൻ്റെ മുഖം മൂടി അവിടെ ഇരുന്നു. അമ്മായിയപ്പൻ അതുവഴി പോകുമ്പോൾ അവൾ ശൂളം അടിച്ച് കാണും. അമ്മായിയപ്പൻ നോക്കി. ഭാര്യ മരിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ജഡത്തിൻ്റെ അഭിലാഷം, ദ ടെംപ്റ്റേഷൻ ഇടിക്കാൻ തുടങ്ങി. ഭാര്യ മരിച്ചല്ലേ, കുറച്ച് നാളായില്ലേ. കൂട്ടുകാരൻ്റെ ഒക്കെ ചോദിച്ചു എന്താ വേണം. കൂട്ടുകാരന് പറഞ്ഞു എല്ലാവരും ചെയ്യുന്നു, നീയും ചെയ്താട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കഞ്ചാവ് അടിക്കാൻ നീ എത്തുകൊണ്ട് കൂടിപ്പോരെന്നുള്ളതേ ഉള്ളൂ. ഇച്ചിരി കള്ളു കുടിക്കാം. വേദോത്സവത്തിനകത്ത് ഒരു വാക്യം അറിയാത്തവനും അറിയാം ഇച്ചിരി കള്ളു കുടിക്കാമെന്നുള്ളത്. വലിയ രസമാണ്. ആ കൂട്ടുകാരൻ പറഞ്ഞു പോയാട്ടെ, ഇനിയും പറയുന്നത് കേട്ടാട്ടെ. നമ്മുടെ എല്ലാ ജീവിതത്തിനകത്ത് ടെംപ്റ്റേഷൻ ഉണ്ടാകും. സ്ത്രീകൾക്കും ഉണ്ടാകും, പുരുഷന്മാർക്കും ഉണ്ടാകും. ചിലപ്പോൾ ടെംപ്റ്റേഷൻ കൂടി വരുന്ന സമയത്ത് ആ ടെംപ്റ്റേഷനെ അതിജീവിച്ചില്ല എങ്കിൽ ആ ടെംപ്റ്റേഷൻ നിന്നെ കാൽ കീഴാക്കും. യഹൂദായുടെ ജീവിതത്തിനകത്ത് ടെംപ്റ്റേഷൻ ഉണ്ടായി, അവൻ അതിനെ അതിജീവിച്ചില്ല. അവൻ അവിടേക്ക് ചെന്നുമ്പോൾ ചോദിച്ചു, ഞാൻ അടുക്കളോട്ട് വരട്ടെ? അവൾ മുഖമൊക്കെ മൂടിക്കൊണ്ട് ചോദിച്ചു, എന്തോ തരും? ഒരാട്ടുംകുട്ടി. മൂന്നാമത്തെ ആട്ടുംകുട്ടി ഞാൻ അവിടെ കാണുകയാണ്. സ്വന്തം കുടുംബത്തിലുള്ളവരുമായി അവിഹിത ബന്ധം. ചോദ്യം ചോദിക്കാൻ പോകുന്നു. ഡിസ്റ്റർബ് ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മരുമകളെ കാണുമ്പോൾ ചിന്തകൾ എവിടെയൊക്കെ കാട് കയറും. എനിക്ക് മരുമകളുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ധൈര്യത്തോടാണ് ചോദിക്കുന്നത്. അയ്യോ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞില്ല, തെറ്റിദ്ധരിക്കരുത്, ഇല്ല. പക്ഷെ ഈ പാഠം മരുമകളെ നോക്കാൻ പാടില്ലാത്തതുപോലെ നോക്കാൻ എനിക്കിടയായിട്ടില്ല. കൃപ, കൃപ, കൃപ. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്? ഏറെ സ്ത്രീയെ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ, നിങ്ങളുടെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ്, നിങ്ങളുടെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന, ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾ എങ്ങനെ ഇടപെടുന്നു? നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് വരുന്ന ഒരാളുമായിട്ട് എങ്ങനെ ഇടപെടുന്നു? എങ്ങനെയാണ് ചോദിക്കുന്നത്? അവൻ ഒരാട്ടുംകുട്ടിയെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഏതെങ്കിലും അവിഹിത ബന്ധമുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഒന്നാമത്തെ ആട്ടിൻകുട്ടി കള്ളം പറഞ്ഞ് വേറൊരാളിൻ്റെ അപഹരിച്ചെടുക്കുന്ന അനുഗ്രഹം. രണ്ടാമത്തേത് അസൂയ. അസൂയ സഹോദരന്മാര് അവരുടെ ജീവിതത്തിനകത്ത് പിന്നുണ്ടായോ? ഇനി പറയുന്നത് കേട്ടാട്ടെ, ഞാൻ പറയാൻ വിട്ടുപോയി. ജോസഫ് ജീവിച്ചിരുന്നിടത്തോളം കാലം ഈ സഹോദരന്മാരി എന്ന് പറഞ്ഞ അയ്യോ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ആടിന്റെ വാടകവരെ പിൻപറ്റുകയായിരുന്നു. യഹൂദ അവിടെ ചെന്നു, അവൾ ഗർഭം ധരിച്ചു 2 ആൺമക്കൾ. അവൾ അന്നേരം അറിയുന്നത് അയ്യോ അവൾ പിഴയല്ലായിരുന്നു, അവിടെ ഈ ആഗ്രഹം നല്ലതായിരുന്നു, എൻ്റെ കുടുംബത്തിൽ കയറാനുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചതാണ്, അവൾ നല്ലവളാണ്. അവളെ വീട്ടിൽ കൊണ്ടുവന്നു, അവളവിടെ പ്രസവിച്ചപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്തു. അവനാടിനെ മണത്ത് കാണും. എൻ്റെ പാപം, എൻ്റെ പാപം. നീട്ടി പ്രസംഗിക്കാനൊക്കും. പ്രവാചകന്റെ അടുക്കൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു, മക്കളില്ല. മക്കളെ കൊടുത്തു.
അവസാനം ആ കൊച്ചു മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞ ഒരു വാചകമുണ്ട്, എൻ്റെ യൗവനത്തിലെ പാപം ഓർപ്പിക്കാനാണോ, എൻ്റെ ആട്ടിൻകുട്ടിയുടെ മണം കൊണ്ടുവരാനാണോ നീ എൻ്റെ വീട്ടിൽ വന്നത്? ഞാനും ചെയ്തിട്ടുള്ള അയ്യോ, നമ്മളാരും പെർഫെക്റ്റ് അല്ല. ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ വിചാരിക്കരുത് ബി ജി ഒറീഷൻ്റെ പറയുന്നതിൻ്റെ അർത്ഥം ഇയാളൊരു പാപവും ചെയ്തിട്ടില്ല, അസൂയയില്ല, ആരെയെങ്കിലും നോക്കിയിട്ടില്ല. അയ്യോ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. എവിടെയെങ്കിലും ഇനി പറയുന്നത് കേട്ടാട്ടെ, യഹൂദയുടെ 2 മക്കൾ ഓടി നടന്നപ്പോൾ അവൻ ആടിനെ മണത്ത് കാണും, അവർ സ്കൂളിൽ പോയപ്പോൾ അവൻ ആടിനെ മണത്ത് കാണും, അവർ കല്യാണത്തിന് പോയപ്പോൾ ആടിനെ മണത്ത് കാണും. പക്ഷെ വേദപുസ്തകം പറയുന്നു മനുഷ്യൻ നല്ലവനായിരുന്നു, ഒരിക്കലേ അബദ്ധം കാണിച്ചുള്ളൂ. പിന്നെ ഒരിക്കലും ആ സ്ത്രീ അടുക്കൽ ചെന്നില്ല. അവൾ അവിടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഒരിക്കൽ പോയതല്ലേ, ഇനി ഒന്നുകൂടെ പോകാമെന്ന് കരുതിയില്ല. തെറ്റുപറ്റിയിട്ടുണ്ടോ? ദൈവത്തോട് ക്ഷമ ചോദിക്കാം. കർത്താവേ, അബദ്ധം പറ്റിപ്പോയി, ഒരിക്കൽ തെറ്റുപറ്റിപ്പോയി, ഇനിയും ചെയ്യത്തില്ല 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 ചെയ്യത്തില്ല. നമുക്ക് ഏറ്റുപറഞ്ഞ് ദൈവക്ഷമ ചോദിക്കാം. വേഗത്തിൽ പറഞ്ഞു, 10 മിനിറ്റ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു പോയിന്റോടെ ഞാൻ പറയട്ടെ. 3 പ്രാവശ്യം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, തള്ളയാടിൻ്റെ പാലിനകത്ത് കുഞ്ഞാടിൻ്റെ ഇറച്ചി വേവിക്കാൻ പാടില്ല. എവിടെയൊക്കെ എഴുതിയിരിക്കുന്നത്? എൻ്റെ കർത്താവേ, 3 പ്രാവശ്യം എഴുതിയിരിക്കുന്നു. ഞാൻ ഇതിനകത്ത് എഴുതിയെടുക്കാൻ മറന്നുപോയി. പക്ഷേ 3 പറഞ്ഞിട്ടുണ്ട്. ലേവിയുടെ പുസ്തകത്തിനകത്തുണ്ട്. 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തള്ളയാടിൻ്റെ. അതിൻ്റെ അർത്ഥം യഹൂദന്മാർ ഒരിക്കലും ഇറച്ചിയും പാലും കൂടെ ഒന്നിച്ച് കുടിക്കത്തില്ല, തൈരും കൂടെ ഒന്നിച്ച് കുടിക്കത്തില്ല, വെണ്ണയും കൂടെ ഒന്നിച്ച് കുടിക്കുക. ഈ ഒരു വാക്യമാണ് കാരണം. അതിൻ്റെ ആത്മീയ അർത്ഥം യഹൂദന്മാർക്ക് നിഴല്, നമുക്ക് പൊരുള്. അതിൻ്റെ ആത്മീയമായ അർത്ഥം എന്താണ്? ഒരമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കുഞ്ഞിൻ്റെ പുറത്ത് കൊണ്ടിടാൻ പാടില്ല. അമ്മ ദുർമാർഗിയായിരിക്കാം, പിന്നെ കാണുമ്പോൾ അവൻ ഏതാണെന്നറിയാമോ, അവിടെ മോനെ ഇല്ല, പാടില്ല. ചിലർ സ്വയം പറയുന്നേക്കാം, എൻ്റെ അപ്പൻ മുൻകോപിയായിരുന്നു, അതുകൊണ്ട് ഞാനും മുൻകോപിയാണ്. എൻ്റെ അപ്പൻ മോഷ്ടിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാനും മോഷ്ടിക്കാം. എൻ്റെ അപ്പൻ അധികം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇല്ല. തള്ളയാടിൻ്റെ പാലിനകത്ത് കുഞ്ഞാടിൻ്റെ സഹോദര വേറൊരാളിനെ കാണുന്നത്, വേറൊരു വിശ്വാസിയെ കാണുന്നത് അവൻ്റെ അപ്പൻ്റെ അവൻ്റെ അമ്മയുടെ തെറ്റുകൾ പറഞ്ഞിട്ടല്ല, അവരായിട്ട് കാണണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ അപ്പൻ്റെ പാപം, നിങ്ങളുടെ അമ്മയുടെ പാപം, അവരുടെ ബലഹീനത, അവരുടെ തെറ്റുകൾ നിങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറയാം, ഹല്ലേലൂയ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കടികൾ പ്രാപിച്ച പുതിയ വ്യക്തിയാണ്. അപ്പൻ്റെ പാലിനകത്തല്ല, അമ്മയുടെ പാലിനകത്തല്ല എന്നെ വേവിക്കേണ്ടത്. ആ കഥ കഴിഞ്ഞുപോയി. ഞാൻ 4മതൊരാടിനെ കാണുന്നു. അത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യോഹന്നാൻ സ്നാപകൻ കലക്ക വെള്ളത്തിൽ നിന്നുകൊണ്ട് ആളുകളെ സ്നാനപ്പെടുത്തുകയാണ്. 1 കയറിപ്പോയാട്ടെ, 2 കയറിപ്പോയാട്ടെ. അനുതാപത്തിൻ്റെ പ്രാർത്ഥന, മനസ്സാന്തരത്തിൻ്റെ സ്നാനം, അങ്ങനെ സ്നാനപ്പെടുത്തി വിടുകയാണ്. അവൻ അവിടെ നിൽക്കുമ്പോൾ കണ്ടു അവൻ്റെ കസിൻ ബ്രദർ യേശു വരുന്നു. ഒരു പരിചയക്കാരൻ, കസിൻ ബ്രദേഴ്സാണ്, സഹോദരി പുത്രന്മാരാണ്. കണ്ടു അവൻ്റെ കസിൻ ബ്രദർ വരുന്നു. കണ്ടപ്പോൾ അവന് മനസ്സിലായി അവന് ദൈവം അടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരുടെ മേലാണോ പരിശുദ്ധാത്മാവ് സ്നാന സമയത്താണ് വരുന്നത് എനിക്കറിയാം. അവന് കണ്ടുടനെ മനസ്സിലായി. അവൻ വിളിച്ചു പറഞ്ഞു, ഇതാ 4മത്തെ ഒരാട്, ഇതാ സർവ്വലോകത്തിൻ്റെയും പാപം ചുമന്നൊഴിക്കുന്ന. ചിലരുടെ ബൈബിളിനകത്ത് ആ ട്രാൻസ്ലേഷൻ കാണത്തില്ല, പക്ഷേ യഥാർത്ഥ മൂലഭാഷയിൽ ഇതാണ്, ഇതാ സർവ്വലോകത്തിൻ്റെയും പാപം ചുമന്ന് ഒഴിക്കുന്ന. നിങ്ങൾ എത്ര പാപം ചെയ്തിട്ടുണ്ടോ? 1, 1000, 2000, 10000, എത്രയൊക്കെ ആടുകളുണ്ടെങ്കിലും ആ ആടുകളെല്ലാം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നിങ്ങൾ പാപം ചെയ്തതാണോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര ആടുകളുണ്ട്? ആരുടെയെങ്കിലുമൊക്കെ കബളിപ്പിച്ച് നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും അസൂയ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും വ്യഭിചാരം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ദുർമാർഗം ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ ആടുകൾ 3 ആയിരിക്കത്തില്ല. ആരാധനയ്ക്ക് പോകുന്ന സമയത്ത്, കർത്തൃമേശയ്ക്ക് പോകുന്ന സമയത്ത് ഈ ആടുകൾ നിങ്ങളുടെ മുമ്പാകെ വന്ന് തലപൊക്കം. ഇതാ പാപം, നീ പാപിയാണ്, നിനക്കിതിന് അർഹനല്ല, നിനക്കിതിന് യോഗ്യരല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ല. ആ സമയത്ത് ഈ 4മത്തെ ആടിനെ ഓർക്കണം. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പാപങ്ങൾ ചുമന്നൊഴിച്ചു. ഞാനൊരു ദൈവവൈതലായി തീർന്നു, ദൈവത്തിൻ്റെ സമാധാനത്തിന് ഉടമയായി തീർന്നു. ഒരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരു സർദാർജി വന്ന് എന്നെ കാണാൻ. 6 അടി 2 ഇഞ്ച് പൊക്കം, നല്ല നെഞ്ചു വിരിവ, കഴുത്തേൽ ഒരു തോക്ക്. എൻ്റെ ഗവൺമെന്റ് ഇങ്ങനെ ചോദിച്ചു അത് കഴിഞ്ഞുണ്ട്, കോനെ PG വർഗീസ്, പറവറ ശബ്ദ, കോനെ PG വർഗീസ്. ഞാൻ വിചാരിച്ചു ഞാൻ അല്ലെന്ന് പറഞ്ഞു. അവൻ്റെ തോളെ തോക്കുണ്ടെന്നേ, കള്ളം പറയാനൊക്കെ അങ്ങ് പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു ഞാനാന്നേ. അവൻ ഇങ്ങോട്ട് മുമ്പ് വന്നു, ശബ്ദം എനിക്ക് കേൾക്കാമെന്ന് പോലെ തോന്നി. ടം ടം ടം. അടുക്കളോട്ട് വന്നു. എൻ്റെ പാൻറ് നനയാഞ്ഞത് കാര്യമായി. അവൻ കൈ ഇങ്ങോട്ട് നീട്ടി. ഞാൻ എളുപ്പം കൈ കയറി പിടിച്ചു. അവൻ പറഞ്ഞു സ്വോത്രം. ഞാൻ പറഞ്ഞു സ്വോത്രം. അയ്യോ, സ്വോത്രം പറയുന്ന ആളായിരുന്നു.
എന്താ വേണം, കൊക്കോക്കോല വേണോ, പാല് വേണോ, ഒന്നും ഉണ്ടായിട്ടല്ല, തോക്ക് കണ്ട് പേടിച്ചിട്ട് പറഞ്ഞു പോയതാണ്. അവൻ പറഞ്ഞു 4 ദിവസത്തിന് മുമ്പ് ഞാനൊരു ദിവസം കള്ളു കുടിച്ച് പൂസായി. അവൻ ഉഗ്രവാദിയാണ്. ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്നും എരുമകളെ കൊണ്ടുപോയിട്ട് പാകിസ്ഥാനിൽ വിൽക്കുന്നു, പാകിസ്ഥാനിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്നു. പറഞ്ഞ് ഞാൻ കള്ളക്കടത്ത് നടത്തി കിട്ടിയ രൂപ കൊണ്ട് ഞാൻ കഞ്ചാവ് അടിച്ചു, എന്നിട്ട് ചാരായം കുടിച്ചിട്ട് തൃപ്തിയായില്ല. ഒരു ഗ്ലാസ് ചാരായം കൂടെ വാങ്ങിച്ചിട്ട് അതിനകത്തൊരു സിഗരറ്റിൻ്റെ ചുക്ക പൊട്ടിച്ചിട്ടിട്ട് കലക്കി അങ്ങ് കുടിച്ചു. കള്ളു കുടിക്കുന്നവർക്കറിയാം. ആരും പരീക്ഷണം നടത്തി നോക്കിക്കളയല്ലേ, പിരി ഒളിച്ച് പഠിപ്പിച്ചാന്നും പറഞ്ഞുകൊണ്ട് അത് കുടിച്ചു കഴിഞ്ഞു. തലയ്ക്ക് കയറി പിടിച്ചു, വീട്ടിലോട്ട് പോവുകയാണ്. വഴിയരികെ വീണു, അവിടെ കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഒരു പട്ടം പറന്നു വരുന്നു, പിടിക്കാൻ കയറി ചെന്നു, പട്ടം അങ്ങ് പറന്നുപോയി. അവിടെ ഒരു കൊച്ചൻ നിപ്പുണ്ടായിരുന്നു, അവനാണ് പട്ടം പറത്തിയത്. ആ പട്ടത്തിൽ ഞാൻ ഒരു അടയാളം കണ്ടു, ആശുപത്രിയുടെ അടയാളം. അടുത്ത ദിവസം ഒരു ബാർബർ എടുക്കൽ കഥ പറയുകയായിരുന്നു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ആശുപത്രിയുടെ അടയാളം. അവിടെ കിടന്ന ഒരു പത്രത്തിനകത്ത് അയാൾ ഈ പടം വരച്ച് കാണിച്ചു. ആ ബാർബർ അതിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ആശുപത്രിയുടെ അടയാളമല്ല, ഇത് ക്രിസ്ത്യാനികളുടെ പള്ളിയുടെ മേളിലുള്ള പടമാണ്, കുരിശാണ്. അതെന്താണ് അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്താണ് എൻ്റെ ഒരു ഉപദേശി ഒരു സൈക്കിളിനകത്ത്, ഞങ്ങൾ കൊടുക്കുന്ന സൈക്കിളിനകത്തൊക്കെ ഒരു വാക്യം എഴുതി വെക്കും, യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നു. നടുക്കൊരു കുരിശിൻ്റെ പടവും വരച്ചു വെക്കും. അന്ന് ഇപ്പം കൊടുക്കത്തില്ല, കാരണം വല്ലവരും തല്ലിക്കൊല്ലും. ആ ഉപദേശി പോന്നു, ഇയാളിങ്ങ് വിളിച്ചു, ഇനി വന്നേ. ഈ ഉപദേശി പഠിത്തമില്ലാത്ത 3 മാസമേ പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളൂ. ഞാൻ 10ാം ക്ലാസ് പഠിച്ചത്, അപ്പോൾ എൻ്റെ കൂടെയുള്ള ഉപദേശിമാരും അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. 3 മാസം പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളൂ. അവൻ എളുപ്പം ഇങ്ങ് വന്നു. ഞാനായിരുന്നെങ്കിൽ അവൻ്റെ തോക്കുണ്ട്, പഠിത്തമില്ലാത്തതിൻ്റെ കുഴപ്പം നോക്കണേ. അവൻ ഇങ്ങോട്ട് വന്നു, സൈക്കിളോട്ട് നിർമ്മിച്ച് ചോദിച്ചു, എന്തിനാ വിളിച്ചേ? അവൻ ചോദിച്ചു, ഈ കുരിശൻ, ഈ ഇങ്ങനെ കാണുന്നതിൻ്റെ അടയാളത്തിൻ്റെ അർത്ഥം എന്തുവാ, എന്തിനാ താൻ അറിയുന്നത്? അവൻ കഥ പറഞ്ഞു. അവൻ പറഞ്ഞു, അതിൻ്റെ അർത്ഥം നിന്നെ ദൈവം നോട്ടമിട്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവ് നിന്നെ നോട്ടമിട്ടാൽ നിനക്ക് രക്ഷപ്പെടാനൊക്കെ മുട്ടുകുത്തട. അവൻ മുട്ടുകുത്തി പറഞ്ഞു, തോക്ക് താഴെ വെച്ചു, പ്രാർത്ഥിയില്ല. ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചു. യേശുവേ, നീ എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, നീ ഇന്നു മുതൽ എൻ്റെ ദൈവം, ഞാൻ നിനക്കായിട്ട് ജീവിക്കും പറഞ്ഞു. ഉപദേശി, ആ പഠിത്തമില്ലാത്ത ഉപദേശിയെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് അയച്ചതിന് നന്ദി. ശ്രീ ഹർഗോവിന്ദ്പൂരിൽ ആ മനുഷ്യൻ വന്നത് കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടു. ദൈവം ഇതിലായി 3 ദിവസത്തിന് മുമ്പ് എനിക്ക് സ്നാനം തരാം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ ശ്രീ ഹർഗോവിന്ദ്പൂരിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു ആറുണ്ട്. ചൂടുകാലത്ത് വെള്ളം കുറവാണ്. ഞാൻ അങ്ങ് ചെന്ന വെള്ളം സ്നാനപ്പെടുത്തി തിരിച്ചു വരികയാണ്. ചെണ്ടയൊക്കെ അടിച്ച്, അവിടെയൊക്കെ ചെണ്ടയാണ്, ഇവിടെയൊക്കെ ഡ്രമ്മാണ്. ചെണ്ടയടിച്ച് പാട്ട് പാടിക്കൊണ്ട് ജപ്സപ്പി ആരാ, യേശുവായ, യേശുവിൻ്റെ ഉള്ളത്തിൽ വന്ന നാളിൽ താഴോട്ട് വന്നിട്ട് മേളിലോട്ട് കയറുകയാണ്. മേളിലാണ് റോഡ്. അവിടോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സിഖുകാർ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഡാൻസ്. അപ്പോൾ ആളുകൾ വന്നവർ പറഞ്ഞു, അത് ഡാൻസ് ചെയ്യരുത്, ഇന്ന് വിശുദ്ധ ദിവസമാണ്, നീ സ്നാനപ്പെട്ട ദിവസമായതല്ലയോ, അതുകൊണ്ട് നൃത്തം ചെയ്യരുത്. അവൻ പറഞ്ഞു, നിനക്കറിയത്തില്ല ഞാൻ ആരായിരുന്നു. ആ കാണുന്ന പോലീസ് സ്റ്റേഷനിൽ 3 പ്രാവശ്യം ഞാൻ കിടന്നതാണ്. ഞാൻ 3 പേരെ എൻ്റെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നതാണ്. ഞാൻ ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവരെന്നെ അടിച്ചു. പോലീസിന് എന്നെ നന്നാക്കാൻ കഴിഞ്ഞില്ല, പോലീസിൻ്റെ ഇരുമ്പ് ഓടിക്ക് എന്നെ നന്നാക്കാൻ കഴിഞ്ഞില്ല, ജയിലിന് എന്നെ നന്നാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ സകല പാപത്തെയും ശുദ്ധീകരിച്ച് ഞാൻ ഇനിയും നൃത്തം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് ഉറപ്പുണ്ടോ? യേശുക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാട് നിങ്ങളുടെ സകല പാപത്തെയും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര ആടുകൾ ഉണ്ടെങ്കിലും അത് 3 ആകാം, 30 ആകാം, 300 ആകാം, ആടുകളുടെ കൂമ്പാരമായിരിക്കാം, അതിനെ മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രനായിട്ട് വീട്ടിലേക്ക് പോകാം. ഹല്ലേലൂയ. യേശു തരുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നിങ്ങൾ ജയിലിലായിരിക്കാം, എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലരെങ്കിലും ജയിലിലായിരിക്കാം, നിങ്ങൾ വീട്ടിലെവിടെയെങ്കിലും ആയിരിക്കാം, നിങ്ങൾ കള്ളുഷാപ്പിലായിരിക്കാം. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിങ്ങളുടെ ആടുകളെ, നിങ്ങളുടെ പാപത്തിൻ്റെ കുറ്റബോധത്തിൻ്റെ ആടുകളെ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ വീടുകളിലേക്ക് മടക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആര് പറയും, വർഗീസേ, എൻ്റെ ജീവിതത്തിനകത്ത് ആടുകളുടെ കൂമ്പാരമാണ്. നീ പറഞ്ഞ ആടുകളൊക്കെ എൻ്റെ ജീവിതത്തിനകത്തുണ്ട്, അതിൻ്റെ വാട എന്നെ പിൻപറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോകാത്തത്. പള്ളിയിൽ പോകുമ്പോൾ കുറ്റബോധം, അവിടെ നിൽക്കാനുള്ള തൻ്റെ ഇടമില്ല, കർത്തൃമേശ എടുക്കാനുള്ള, കുർബാന എടുക്കാനുള്ള തൻ്റെ ഇടമില്ല. അയ്യോ, ഞാൻ പാപിയാണ്, പാപബോധം കൊണ്ട് വിളയുകയാണ്. പക്ഷെ എനിക്ക് നന്നാവണം. ആർക്കാഗ്രഹമുണ്ട് നന്നാകണമെന്ന്? നിങ്ങളുടെ കുഞ്ഞാടുകളെ, നാറുന്ന കുഞ്ഞാടുകളെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ കെട്ടി സ്വതന്ത്രനായിട്ട് വീട്ടിലേക്ക് പോകാം. ആര് പറയും, യേശുവേ നീ എൻ്റെ ദൈവം, യേശുവേ എൻ്റെ ആടുകളെ നിന്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഞാൻ കെട്ടുന്നു, നിന്റെ തങ്കച്ചോരയാൽ എന്നെ കഴുകണമേ.
ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ പല പ്രാവശ്യം യേശുവിൻ്റെ കുരിശിനെ ചുംബിക്കും. ഞാൻ അതിനെ കെട്ടിപ്പുണരും. എന്നിട്ട് പറയും, കർത്താവേ, നിൻ്റെ ഒരു തുള്ളി ചോര മതി, മതി, എനിക്ക് അത് മതി. ഒരൊറ്റ തുള്ളി ചോര, നിൻ്റെ ആ ചാട്ടവാറടിയുടെ ഒരു തുള്ളി ചോര, ആ കുരിശിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി ചോര എൻ്റെ തലയിൽ പതിയട്ടെ, ഞാൻ ശുദ്ധനായി തീരട്ടെ. ആര് പറയും, യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ? ആര് പറയും, യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ? ആര് പറയും, യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ? ആര് പറയും? ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രക്തം എൻ്റെ സകല പാപത്തെയും പൊക്കി ശുദ്ധീകരിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തം എൻ്റെ സകല പാപത്തെയും പൊക്കി ശുദ്ധീകരിക്കണമേ. യേശുവേ, നീ എൻ്റെ ദൈവം. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു നെഞ്ചത്ത് കൈവച്ചാട്ട്, ഇന്നു മുതൽ യേശുവിൻ്റെ രക്ഷകൻ, പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകത്തില്ല. ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കും ഞാൻ ഇന്നു മുതൽ, ഇന്നു മുതൽ, ഇന്നു മുതൽ, ഇന്നു മുതൽ ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കും. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകത്തില്ല, ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കും. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു നെഞ്ചത്ത് കൈവച്ചാട്ട്, ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ആരൊക്കെ ആ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട്? ഇനി ഞാൻ പാപത്തെ സ്നേഹിപ്പാൻ പോകത്തില്ല, ഇനിയും ഞാൻ കള്ളുഷാപ്പിലേക്ക് പോകത്തില്ല, ഇനിയും ഞാൻ മോഷ്ടിക്കാൻ പോകത്തില്ല, ഇനിയും ഞാൻ അന്യായം ചെയ്യാൻ പോകത്തില്ല. ആര് പറയും? അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവരെ എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. എന്നിട്ട് ഒന്നിച്ച് എന്നോട് ചേർന്ന്, ഞങ്ങളോട് ചേർന്ന് പാടിയാട്ടെ. പാപത്തെ എഴുന്നേറ്റ് നിൽക്കാം. പറയുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം, പറയുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം. പാപത്തെ ഒന്നിച്ചു പാടാം. ഇരിക്കുന്നവരും പാടാം, നിൽക്കുന്നവരും പാടാം. ജീവിക്കും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പാടിയതാണോ? കണ്ണുകളടഞ്ഞിരിക്കട്ടെ. ഇനിയും ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ താല്പര്യമുണ്ടോ? ഒരു ദൈവവേദനായി ജീവിക്കണം. പാപത്തോട് സലാം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി, ശിഷ്യയായി ഞാൻ ജീവിക്കും, ഞാൻ ജീവിക്കും, ഞാൻ ജീവിക്കും. ഇനിയും ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ തീരുമാനമെടുത്തവർക്കായിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പലരും ഇരുന്നു കൊണ്ട് തീരുമാനമെടുത്തു, എനിക്കറിയാം. നിന്നുകൊണ്ട് തീരുമാനമെടുത്തു, പക്ഷേ ഈ തീരുമാനം ഉറച്ചതായിരിക്കട്ടെ. നിങ്ങളുടെ പാപങ്ങളെല്ലാം യേശുവിൻ്റെ തലമേൽ വന്നിരിക്കുന്നു, അവൻ്റെ തോളിന്മേൽ വന്നിരിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രരായി. നിങ്ങൾ സ്വതന്ത്രരാകുമെന്നല്ല, ആയി. നിങ്ങൾ മനസ്സാന്തരപ്പെട്ടു. രക്ഷിക്കപ്പെടുന്നത് ഒരിക്കൽ, മനസ്സാന്തരപ്പെടുന്നത് പലപ്പോഴും. നല്ലവനായ എൻ്റെ കർത്താവേ, ഈ തീരുമാനമെടുത്ത ഓരോരുത്തരും ദൈവമക്കളായി മുമ്പോട്ട് പോകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കി ജീവിക്കട്ടെ. ദൈവമക്കളായി ജീവിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.